സംഘമായിട്ടുള്ളൊരു കാർട്ടൂണിസ്റ്റുകളോട് സംസാരിക്കണം. ഈ മുറിയിലുള്ള സജീവ് എന്ന് പേരുള്ള 3 പേരിൽ ഒരാൾ ഞാനാണ്. നേരത്തെ ഡോക്ടർ രഘു പറഞ്ഞ പോലെ കാടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് തൊഴിൽ. അതിൽ തന്നെ ഷഡ്പദങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. വണ്ടുകൾ, പൂമ്പാറ്റകൾ, ദിശാശലഭങ്ങൾ, തുമ്പികൾ, അതൊക്കെയാണ് പഠന വിഷയം. കാർട്ടൂണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു മനുഷ്യൻ്റെ പേര് മൈക്കിൾ ജാക്സൺ എന്നാണ്. മൈക്കിൾ ജാക്സൺ നമ്മളൊക്കെ അറിയുന്നുണ്ടാവും. മൈക്കിൾ ജാക്സൻ്റെ ഒരു പ്രത്യേകത, ഒരു സ്റ്റേജ് കിട്ടിയാൽ, ഒരു പെർഫോമൻസ് സ്പേസ് കിട്ടിയാൽ ഏത് മനുഷ്യനാണ് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഓഡിയൻസിനെ വേറൊരു ലോകത്തേക്ക് മാറ്റുക എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ആദ്യത്തെ നമ്പറിൽ വരുന്ന ഒരാൾ മൈക്കിൾ ജാക്സണാണ്. ഒരു വലിയ സ്റ്റേഡിയത്തിൽ നിറയെ ആളുകൾ ഇരിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ മാത്രമല്ല, ഗ്രൗണ്ടിലും താഴെയും ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നടുക്ക് വൃത്താകൃതിയിലുള്ള ഒരു സ്റ്റേജ്, ഉയർന്ന ഒരു സ്റ്റേജിൽ മുകളിൽ നിന്ന് സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ട് ആ സ്റ്റേജിൻ്റെ നടുക്കൊരു വെളിച്ചത്തിൻ്റെ ഒരു വൃത്തം, അതിന് നടുക്കൊരു മനുഷ്യൻ നിൽക്കുകയാണ്. സ്പോട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് കാണുന്നത് കറുത്ത തൊപ്പി വെച്ച് കറുത്ത കോട്ടിട്ടിട്ട് ഒരു മനുഷ്യൻ തല കുനിച്ചിട്ട് ആ തൊപ്പി പിടിച്ചിട്ട് നിൽക്കാൻ. അതങ്ങനെ കുറച്ച് സെക്കൻഡുകൾ അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലൊന്ന് അനങ്ങുക. ആ കാല അനങ്ങുന്ന മൊമെൻറ്റിൽ ആ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുക. ജനങ്ങൾ മുഴുവൻ ആ ഉയർന്ന് ചാടി വരികയാണ്. ഇത്ര ചെറിയൊരു സമയം കൊണ്ട്, ഇത്ര ചെറിയൊരു അനക്കം കൊണ്ട് ഒരു വലിയ ജനതയെ പെട്ടെന്ന് മാറ്റിമറിക്കുന്ന മൈക്കിൾ ജാക്സൻ്റെ പോലെയുള്ളൊരു പ്രവൃത്തിയാണ് കാർട്ടൂണിസ്റ്റുകൾ ചെയ്യുക. ഒരു നോവൽ വായിച്ച് തീർക്കാനുള്ള സമയം എടുക്കാതെ, ഒരു ചെറുകഥ വായിച്ച് തീർക്കാനുള്ള സമയം എടുക്കാതെ, ഒരു കവിത വായിച്ച് തീർക്കാനുള്ള സമയം എടുക്കാതെ, ഒരു ലേഖനം വായിച്ച് തീർക്കാനുള്ള സമയം എടുക്കാതെ ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ബോധത്തെ, ഒരു മനുഷ്യൻ്റെ അതുവരെ ചിന്തിച്ചിരുന്ന രീതികളെ മൊത്തം മാറ്റിമറിച്ച് വേറെ ലോകത്തേക്ക് എടുത്തെറിയുന്ന ഒരു പ്രക്രിയയാണ് കാർട്ടൂണുകളിൽ പലപ്പോഴും ഞാൻ കാണുക. അത്ര എളുപ്പത്തിൽ, അത്ര ചെറിയ സമയം കൊണ്ട് ഒരു മനുഷ്യൻ്റെ അതുവരെയുള്ള മുഴുവൻ ചിന്തയെയും അതുവരെയുള്ള മുഴുവൻ ധാരണകളെയും മാറ്റിമറിച്ചുകൊണ്ട് വേറൊരു ലോകത്തേക്ക് എടുത്തെറിയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഒത്തിരി ബഹുമാനമുണ്ട് അതുകൊണ്ട് ആ കാർട്ടൂണിസ്റ്റുകളോട്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാടിനെ പഠിക്കുന്നത് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. പല കാരണങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഞങ്ങൾ ശാസ്ത്രജ്ഞർ കാടിനെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ചെറിയ പ്രഭാഷണം. ഞാൻ അധികം ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് സംസാരിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ മറുപടി പറയാം എന്നാണ് വിചാരിക്കുന്നത്. എന്തിനാണ് കാടിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വഴി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക എന്നുള്ള. അതാണ്, നിങ്ങൾ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തിപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടോ? നിറയെ ചെമ്പരത്തി പൂക്കുന്ന സമയത്ത് നിറയെ പൂക്കളുണ്ടാവും. നല്ല വലിപ്പമുള്ള പൂവാണ്, നല്ല നിറമുള്ള പൂവാണ്, പല കളറിലുള്ള പൂവുണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്ത ആരും ഇല്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം, ഈ ചെമ്പരത്തി ചെടിയിൽ കായ കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തി ചെടിയിൽ കായ കണ്ടിട്ടുണ്ട്? ആണോ? എല്ലാവരും ഇല്ല, കണ്ടിട്ടുണ്ട്? ഇല്ല, കണ്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? 3 പേര് കണ്ടിട്ടുണ്ട്, 4 പേര് കണ്ടിട്ടുണ്ട്. ഈ ചെമ്പരത്തി ചെടിയിൽ നിങ്ങൾ കണ്ട അത്രയും പൂക്കൾ, അത്രയും കായകളായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. വളരെ അപൂർവമായിട്ടാണ് കായ ഉണ്ടാവും. പക്ഷെ ധാരാളം പൂക്കളുണ്ടാവും, പക്ഷെ കായ ഉണ്ടാവില്ലേ ഇല്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വളരെ 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 അപൂർവമായിട്ട് ഒരു കായെങ്ങാനും ഉണ്ടായാലേ. സ്വാഭാവികമായിട്ടുള്ള അടുത്ത ചോദ്യം, ഈ കായ ഉണ്ടാവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും പൂവുണ്ടാവുന്നത്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പൂവ് ഒരു പ്രത്യുൽപാദന അവയവമാണ്. അതിൽ പരാഗണം നടക്കും, അത് ഫെർട്ടിലൈസേഷൻ നടക്കും, അത് കായയാവും. ആ കായാണ് അടുത്ത ജനറേഷൻ ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയധികം പൂവുണ്ടായിട്ടും അത്രയധികം കായ ഉണ്ടാവാത്തത്? വേറൊരു ചെടിയെക്കുറിച്ച് കൂടി പറയാം. കോളമ്പി പൂ കണ്ടിട്ടുണ്ട്? മഞ്ഞ നിറം, അതിൽ കണ്ടിട്ടുണ്ടോ കായ? ഇല്ല. സ്വാഭാവികം. എന്തുകൊണ്ടാണ് ഈ ചെമ്പരത്തി ചെടിയും കോളമ്പി ചെടിയൊക്കെ ഇത്രയധികം പൂക്കളുണ്ടാക്കിയിട്ടും കായ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? എന്താവാൻ കാരണം? പ്രകൃതി അങ്ങനെ സാധാരണഗതിയിൽ വെറുതെ ഒന്നും ചെയ്യാറില്ല. വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പ്രകൃതിക്കുള്ളത്. പക്ഷെ ഇവിടെ നോക്കൂ, അത്രയും വലിയ പൂ ഉണ്ടാക്കാനായിട്ട് അത്രയും മാസ് ഉണ്ടാക്കണം, അതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്തിട്ടും അതിൽ ഫലം ഉണ്ടാവുന്നില്ല, കായ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാവും അത്?
നമ്മൾ കമ്പെടുത്തിട്ടാണ് അതിനെ പുതിയ ചെടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് പൂവിൻ്റെ ധർമ്മം എന്താണെന്നുള്ളതാണ് ചോദ്യം. പൂവിൻ്റെ ആവശ്യമില്ലല്ലോ. സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ചെമ്പരത്തി ചെടി നമ്മളോടാണ് സംസാരിക്കുന്നത്, മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. അതെന്താ പറയുന്ന? മനുഷ്യനോട് പറയണം, നോക്ക് എൻ്റെ പൂക്കൾ എത്ര മനോഹരമാണ്, എന്നെ കൊണ്ടുപോയി കൂടെ എന്ന് മനുഷ്യനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. മനുഷ്യനാണ് അതിനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഏജൻറ്റ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകുന്നത് മനുഷ്യനാണ്. മനുഷ്യനെയാണ് ആ ചെടി സന്തോഷിപ്പിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ, നിങ്ങൾ കാട്ടിൽ പോയാൽ, ഒരു സ്വാഭാവിക വനത്തിൽ പോയാൽ, അവിടെ ഏത് ചെടിയായാലും ശരി, അവിടെ പൂവുണ്ടായിട്ടാൽ ഉറപ്പായിട്ട് കായ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ മനുഷ്യനൊരു സെലക്ഷൻ ഫോഴ്സേ അല്ല, മനുഷ്യനല്ല അവിടെ കാര്യങ്ങൾ ഇടപെടുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയണമെങ്കിൽ നമുക്ക് 2 സ്ഥലങ്ങളേ ഉള്ളൂ നോക്കാനായിട്ട്, പഠിക്കാനായിട്ട്. അതിലൊന്ന് കാടാണ്, മറ്റൊന്ന് കടലാണ്. ഈ 2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റിമറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പരിപാടിയുണ്ട്. രാവിലെ നേരെ വെളുത്ത് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടി മുറ്റമടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ചെയ്തിരുന്നൊരു പരിപാടി മുറ്റമടിക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പ്രകൃതി വിരുദ്ധ പരിപാടിയാണ്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അത് കരിയിലായിട്ടും പുൽനാമ്പായിട്ടൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ദിവസം പറയും ഇങ്ങോട്ട് വരണ്ട, പൊക്കോളോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ തള്ളി മാറ്റുന്ന ആ ഒരു പരിപാടിയാണ് മുറ്റമടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയെ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കാടിനെ കുറിച്ച് പഠിക്കുന്നത്. ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചൊരു ഡ്രൈവ് എന്ന് പറയുന്നത്, നിങ്ങൾ കാർട്ടൂൺ വരയ്ക്കാനായിട്ട് നിങ്ങൾക്കൊരു ഡ്രൈവ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ടാവുമല്ലോ. അതുപോലെ ഞങ്ങൾ ശാസ്ത്രം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഇനി അറിയുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ചോദനയിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാവുന്നത്. വേറെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ശാസ്ത്രത്തിനായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഇനി അറിയാനുണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാടിനെക്കുറിച്ച് പഠിക്കുന്നത്. ആ തരത്തിൽ കാടിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം തരത്തിലുള്ള കാടുകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. പലപ്പോഴും നമുക്ക് കാടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. നിറയെ മരങ്ങളുള്ള, ധാരാളം വള്ളികളൊക്കെയുള്ള, മൃഗങ്ങളുള്ള, പക്ഷികളുള്ള, പൂമ്പാറ്റകളൊക്കെയുള്ള ഇടതെങ്ങിയ ഒരു സ്ഥലത്തുള്ളൊരു കാഴ്ചയാണ് നമ്മൾ മനസ്സിലെത്തുക. പക്ഷെ കാട് അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള കാടുകളുണ്ട്. കേരളത്തിൻ്റെ നമ്മൾ കടൽ തീരത്ത് തന്നെ പോയി കാണുന്ന ഒരു തരം കാടുണ്ട്. നമ്മളതിനെ വിളിക്കുക കണ്ടൽ കാടുകൾ എന്നാണ്, മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക. എന്തൊരു രസമുള്ള മരങ്ങളാണ്, ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന മരങ്ങളാണ്. സാധാരണ സസ്യങ്ങൾക്ക് ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് ഉപ്പ് കലക്കി ഒഴിച്ചാൽ 2 ദിവസം കൊണ്ട് ആ ചെടി വാടിപ്പോവും. ഉപ്പ് താങ്ങാൻ പറ്റില്ല ചെടികൾക്ക്. പക്ഷെ ഇവിടെയുള്ള മരങ്ങൾക്ക് ഉപ്പിൽ ജീവിക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് അവർക്ക് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻസ് വന്നിട്ടുണ്ട്. അവർ സാധാരണ മരങ്ങൾ ശ്വസിക്കുന്ന പോലെ ഇലയിലൂടെ അല്ല ശ്വസിക്കുക. സാധാരണ സസ്യങ്ങളൊക്കെ ശ്വസിക്കുന്നത് ഇലയിലുള്ള ചെറിയ ദ്വാരങ്ങളാണ്, സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുക. അതിലൂടെയാണ് വായു അകത്തേക്ക് എടുക്കുക. ഇവിടെ സ്റ്റൊമാറ്റ അല്ല, മറിച്ച് അവർ ശ്വസിക്കാനായിട്ട് താഴേന്ന് പുതിയ വേരുകൾ വരും, ശ്വസിക്കാൻ മാത്രമായിട്ടുള്ള വേരുകൾ വരും. അവർ നിൽക്കുന്നത് സാധാരണ മരങ്ങൾ നിൽക്കുന്ന പോലെ ഒരൊറ്റ തായ്തടിയിലല്ല, കുറേ കാലുകളുണ്ടാവും. കാരണം നിൽക്കുന്ന സ്ഥലം മാറിക്കൊണ്ടിരിക്കും. വേലേറ്റ് വരുമ്പോൾ വെള്ളം പൊങ്ങി വരും, വെയിലിറക്ക് വരുമ്പോൾ വെള്ളം താണു പോകും, ചെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രതലത്തിൽ ജീവിക്കുന്ന കാരണം കുറേ കാലുകളിലാണ് അവർ നിൽക്കുന്നുണ്ടാവുക. നല്ല തിക്കായിട്ടുള്ള ലീഫായിരിക്കും, ഡാർക്ക് ഗ്രീൻ കളർ ഇലയായിരിക്കും. ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹരിതകം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിന് നല്ല പച്ച നിറം കിട്ടുന്നത്. പച്ച തന്നെ നിങ്ങൾക്കറിയാം, ആർട്ടിസ്റ്റൊക്കെ അറിയാം, പച്ച തന്നെ ഇഷ്ടംപോലെ തരം പച്ചകളുണ്ട്. ചെടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഗ്രീനിൻ്റെ അർത്ഥം അത് ഏറ്റവും കൂടുതൽ ഹരിതകം അതിനകത്തുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ സാധാരണ നിൽക്കുന്ന ചെടികൾ നോക്കിയാലും അറിയാം, ഒരു ഇല ആദ്യമായിട്ട് വരുന്ന സമയത്ത് അതിന് അത്ര പച്ചപ്പുണ്ടാവില്ല, തടലിന് ലൈറ്റ് ഗ്രീൻ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അതിൽ ക്ലോറോപ്ലാസ്റ്റ് കുറവാണെന്നാണ്. അതിൻ്റെ കാരണമുണ്ട്, ഒരു മരം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തടലിൽ വരുന്ന ഏറ്റവും മുകളിലായിരിക്കും, ശിഖരങ്ങളുടെ ഏറ്റവും അറ്റത്തായിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഹരിതകം മതി. കാരണം വീഴുന്ന സൂര്യപ്രകാശത്തെ അപ്പം തന്നെ ട്രാപ്പ് ചെയ്യാനും ആ എനർജി എടുക്കാനും അവരെല്ലായിടത്ത് സൂര്യപ്രകാശം വീഴുന്നുണ്ട്, എളുപ്പമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ മുകളിൽ പുതിയ ഇല വരുമ്പോൾ ഇവർ താഴെ പോകും. താഴെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ സൂര്യപ്രകാശം കിട്ടുള്ളൂ, ഒരു പൊട്ട് സൂര്യപ്രകാശമൊക്കെ വന്നാൽ വീഴുക. അപ്പോൾ വീഴുന്ന സ്ഥലത്തു നിന്ന് അത് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ഹരിതകത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക.
പ്രായം കൂടുന്നതനുസരിച്ച് ഇലകൾ കൂടുതൽ ഹരിതകമുള്ളതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പച്ചപ്പുള്ളതായിട്ട് മാറും. നമ്മൾ ഈ കടൽ തീരത്തു നിന്ന് കുറച്ചും കൂടി അകത്തേക്ക് വന്നാൽ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്പോട്ടഡായിട്ട് സർപ്പക്കാവുകൾ കാണാൻ പറ്റും. വിശുദ്ധ വനങ്ങൾ എന്ന് വിളിക്കുന്ന, വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണമെന്നും കാവെന്നൊക്കെ വിളിക്കുന്ന സർപ്പക്കാവുകൾ കാണാൻ പറ്റും. ഈ കാവുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു യൂണിറ്റ് ഏരിയയിലെ വൈവിധ്യം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർപ്പക്കാവുകളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർപ്പക്കാവിൽ പോയിട്ട് ഇപ്പം ധാരാളം വലിയ കാവുകളുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഇരിങ്ങോൾ കാവുണ്ട്, പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ. വടക്കോട്ട് പോയാൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കാവുകൾ കാണാൻ പറ്റും. അവിടേക്ക് എടുത്തിട്ട് അവിടെ ഒരു കാവിൽ പോയിട്ട് നമ്മൾ 1 സെൻറ്റ് സ്ഥലം മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് എത്ര ജീവികളുണ്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന എണ്ണം സൈലൻറ്റ് വാലിയിൽ 1 സെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം സൈലൻറ്റ് വാലിയിലെ ജീവികൾക്ക് വളരെ വിശാലമായ സൈലൻറ്റ് വാലിയിൽ എവിടെ വേണമെങ്കിലും ആവാൻ പറ്റും. പക്ഷേ ഇതേ സംബന്ധിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവിടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നഗരത്തിലൊക്കെയുള്ള ട്രാഫിക് ഐലൻഡിൽ ഇത്തിരി പുല്ലും കുറച്ച് ചെടികളും മാത്രമുള്ള ഒരു ട്രാഫിക് ഐലൻഡ് നോക്കിയാലേ കാണാം അവിടെ ധാരാളം ജീവികളെ കാണാൻ പറ്റും. കാരണം അവർക്ക് പുറത്തോട്ടേ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം അങ്ങോട്ടേക്ക് ഫോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വലിയ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ഈ സർപ്പക്കാവുകൾ. അവരെ സർപ്പക്കാവ് എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. പണ്ട് മനുഷ്യനും പാമ്പുകളും തമ്മിലുണ്ടായ ഒരു ഗംഭീര ഉടമ്പടിയുടെ ഫലമാണ് ഈ കാവുകൾ. കാരണം കേരളത്തിന് നല്ല ഹ്യൂമിഡിറ്റിയാണ്, ധാരാളം പാമ്പുകളുണ്ട്. അതിൽ 4 നല്ല വിഷമുള്ള പാമ്പുകളാണ്. മനുഷ്യനും പാമ്പുകളും തമ്മിലുള്ള ഇടപെടലുകൾ വളരെ കൂടി വരുന്ന സമയത്ത് അവർക്ക് മാത്രമായിട്ടൊരു സ്ഥലം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് കയറരുതെന്ന് പറയുകയാണ്, ടാബുമാണ്. പാമ്പുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിലുള്ളൊരു പ്രധാന പ്രശ്നം അവർക്ക് ഉറവ് ഊരുക എന്ന് പറയുന്നൊരു സമയമുണ്ട്. അവർ പടം പൊഴിച്ച് കളയാമെന്ന് പറയുന്ന സമയം. ആ സമയം വളരെ ക്രിട്ടിക്കലാണ്. ആ സമയത്ത് അവരാരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതിനവർക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പുറകെ വരാൻ പറ്റുന്ന സ്ഥലം വേണം. അതാണ് സർപ്പക്കാവുകളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. പക്ഷേ അവിടെ സർപ്പം മാത്രമല്ല, ധാരാളം ജീവികളുണ്ട്. വണ്ടുകളുണ്ട്, ഓന്തുണ്ട്, അരണ്ണയുണ്ട്, വവ്വാലുകളുണ്ട്, പക്ഷികളുണ്ട്, ചെറിയ മാമൽസ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് വലിയൊരു ഡൈവേഴ്സിറ്റിൻ്റെ ഒരു സ്പേസ് ആയിട്ട് നിൽക്കുന്ന സർപ്പക്കാവുകളുണ്ട്. ഈ കാവുകൾ നിലനിന്നത് വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു. അത് അതിനകത്തേക്ക് എൻ്റെ വീട്ടിൽ 2 കാവുകളുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും കയറാനായിട്ട് നമുക്ക് അനുവാദമില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ ഒരു പാലൊക്കെ കൊടുക്കുന്നൊരു പരിപാടി നടക്കുക. പക്ഷേ ഏറ്റവും രസമുള്ള പഴങ്ങളൊക്കെ കിട്ടുക ഈ കാവിൻ്റെ ഉള്ളിലാണ്. ചെത്തിപ്പഴവും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മ ഇല്ലാത്ത സമയത്താണ് ഞാനും അതിലേക്കൊക്കെ ഒളിച്ചതിനകത്ത് കയറിയിട്ട് പഴം പറിച്ച് പോരുക. പക്ഷെ പിന്നീട് വന്നപ്പോൾ വിശ്വാസം കാല് മാറി കളഞ്ഞു. വിശ്വാസപ്പറ്റി പറഞ്ഞു, നിങ്ങൾക്കൊരു പൂജ നടത്തിയാൽ, നിങ്ങൾ അവിടെ പോയിട്ടൊരു പൂജ നടത്തിയ സർപ്പത്തെ ആവാഹിച്ചൊരു കുടത്തിലാക്കിയിട്ട് അതൊരു അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നാളെ കാവ് വെട്ടാം എന്നുള്ള അവസ്ഥയായി. ഇവിടെ ഷൊർണൂർ ഭാഗത്തുള്ള ചില ആളുകൾ സ്ഥിരമായിട്ട് ഈ പണി ചെയ്യുന്ന ആളുകളായി. അവരാണെങ്കിൽ 365 ദിവസം അവർ ബുക്ക്ഡാണ്. അങ്ങനെ കേരളത്തിലെ കാവുകൾ ഭീകരമായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുക, വിശ്വാസത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് പ്രകൃതി സംരക്ഷണം പലപ്പോഴും സാധ്യമാവില്ല. കാരണം വിശ്വാസം കാല് മാറിക്കളയാം. മനുഷ്യരെല്ലാവരും ഒരു വഴിക്ക് പോകാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയാനുള്ള ശേഷി വിശ്വാസങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ശാസ്ത്രീയമായി തന്നെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അകത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സഖ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുക കാട് എന്ന് പറഞ്ഞ റിസർവ് വനം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുക വനത്തോട്ടങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് തേക്കിൻ്റെ തോട്ടമാണ്. തേക്ക് ഏകദേശം 75,000 ഹെക്ടർ സ്ഥലത്ത് കേരളത്തിൽ തേക്ക് തോട്ടമാണ്. ഇത് നമുക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചതല്ല, മറിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവർ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവരെ ഏറ്റവും ആഹ്ലാദിപ്പിച്ചൊരു കാര്യം നമ്മുടെ മരങ്ങളുടെ സമ്പത്തായിരുന്നു. അവരാദ്യം നടത്തിയൊരു വലിയ പ്രോജക്റ്റും ഇവിടെയുള്ള വലിയ മരങ്ങളുടെ റിസോഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതൊക്കെ മരങ്ങളാണ്, എവിടെയൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു പ്രോജക്റ്റാണ് അവർ ആദ്യം ലോഞ്ച് ചെയ്തത്. തേക്കിനോടുള്ള പ്രത്യേക താല്പര്യം എന്താ വെച്ചാൽ, അന്ന് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 100 years വാർ നടക്കുകയാണ്. യുദ്ധക്കപ്പൽ മാത്രമല്ല എല്ലാത്തരം കപ്പലുകളും ഉണ്ടാക്കുന്നത് തടി കൊണ്ടാണ്. നമ്മൾ ഇരുമ്പ് അതിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല തടിയായിട്ട് അവർ തേക്കിനെ കണ്ടെത്തി. കാരണം തേക്കിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരം അധികം ഇല്ല, പക്ഷെ നല്ല കാഠിന്യമുള്ള തടിയാണ്. മാത്രമല്ല കടൽ വെള്ളത്തിൽ തേക്കിട്ട് കഴിഞ്ഞാൽ അത് എത്ര സമയം കൂടുന്നോ അത്രയും തേക്ക് നന്നാവുകയാണ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടി ഉള്ള കാരണം അവർക്ക് തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരാണ് ആദ്യകാലത്ത് ഫോറസ്റ്റ്, കാട് എന്ന് പറയുന്ന ഒരു റിസോഴ്സിനെ റിസർവ്ഡ് ആയിട്ട് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതുവരെ കാട് എന്ന് പറയുന്നത് ഒരു കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. നാട്ടുകാർക്ക് അങ്ങോട്ട് പോകാം, അവിടേക്ക് ഇങ്ങോട്ട് വരാം. നാട്ടുകാരകത്ത് പോയിട്ട് വിറകെടുക്കും, അതുപോലെ പച്ചില വളമെടുക്കും,
വനവിഭവങ്ങൾ, ഔഷധ സസ്യങ്ങളെടുക്കും, തേനെടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അതിർത്തി ഇല്ലാതെ നിന്നിരുന്ന സ്ഥലങ്ങളാണ്. ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഇതിനെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റുന്നത്. സംരക്ഷിത മേഖലയാണ്, ഇങ്ങോട്ടൊക്കെ കയറരുത് എന്ന് പറയണം. ഇത് ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാട്ടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞിട്ടൊരു നിയമം വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഉപ്പ് സത്യാഗ്രഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗാന്ധിജി ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കാനായിട്ട് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെയായിട്ട് നിയമലംഘന സമരം തുടങ്ങുന്നത് ഉപ്പ് കുറുക്കിയിട്ടാണ്. ഉപ്പ് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും, നിങ്ങൾക്ക് നികുതി തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടക്കുന്ന സമയത്ത് ഉപ്പ് പക്ഷേ കുറുക്കാൻ പറ്റിയ എവിടെയാണ്? സമുദ്ര തീരത്ത് മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് സമരം നടത്താനായിട്ട് കടൽ തീരത്ത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ വളരെ വിശാലമായ ഉൾപ്രദേശത്ത് എങ്ങനെയാണ് നിയമം ലംഘിക്കുക? അന്ന് ആളുകൾ ലംഘിച്ചത് ഈ വന നിയമമാണ്. അവർ വനം റിസർവ് ചെയ്ത നിയമത്തെ ലംഘിച്ചുകൊണ്ട് കാട്ടിനകത്തേക്ക് കയറി വനവിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി. കേരളത്തിലും അത് നടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും പലർക്കും ഓർമ്മയുള്ള ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേര് വിറകും തോലും സമരം എന്നാണ് വിളിക്കുക. വിറകും തോലും എന്നാണ്, തോലും വിറകും സമരം എന്നാണ് വിളിക്കുക. തോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചില വളമാണ്, വിറകെന്ന് വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്യാനായിട്ടുള്ള വിറകെടുക്കാൻ വേണ്ടിയിട്ട്. അത് കാട്ടിനകത്ത് കയറി നിയമം ലംഘിച്ചുകൊണ്ട് കാട്ടിനകത്ത് കയറുകയും അത് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത്. കാട്ടിലുള്ള തേക്ക് വെട്ടിവെക്കാൻ തുടങ്ങി. അവർ റെയിൽവേ കൊണ്ടുവന്നു. ഇന്ന് ബ്രിട്ടീഷുകാർ പറയുക, ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യത്തെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നത് ഞങ്ങളാണ്, റെയിൽവേ കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് പറയും. പക്ഷേ റെയിൽവേ കൊണ്ടുവന്നത് സത്യത്തിൽ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടേ ആയിരുന്നില്ല, അവർക്ക് ഈ വിഭവം ബോംബെയിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യ റെയിൽവേ ലൈൻ വരുന്നൊരു സ്ഥലം കേരളത്തിലെ കൊച്ചിയോ തിരുവനന്തപുരമോ കോഴിക്കോടൊന്നുമല്ല, മറിച്ച് നിലമ്പൂരായിരുന്നു. നിലമ്പൂരിൽ നിന്നുള്ള തേക്ക് ബോംബെയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം, സ്ലീപ്പർ ഉണ്ടാക്കാനും കപ്പലുണ്ടാക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ നിലമ്പൂർ അത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ആ പ്ലോട്ട് ഇപ്പോഴും അവിടെ കൊണോളി പ്ലോട്ട് എന്നുള്ള പേരിൽ നിൽക്കുന്നുണ്ട്. അത് പിന്നെ പെട്ടെന്ന് വ്യാപിച്ചു. ധാരാളം സ്ഥലത്തെ സ്വാഭാവിക വനം വെട്ടിമാറ്റി അവിടെ തേക്ക് നടാൻ തുടങ്ങി. ആ തോട്ടം നമുക്കിപ്പോഴും കാണാം. ഈ തോട്ടം കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണുക, കേരളത്തിൽ കാണുന്ന കാടിൻ്റെ പേര് ഇലപൊഴിയും കാടുകൾ എന്നാണ്. ഇംഗ്ലീഷിൽ അതിനെ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് വിളിക്കും. ഇലപ്പൊഴിയും കാടെന്ന് വിളിക്കാൻ കാരണം അവിടെ കൂടുതലായിട്ടുള്ളത് ഇലപ്പൊഴിയും മരങ്ങളാണ്. മരങ്ങൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാറുണ്ട്. ഒന്ന് ഇലപ്പൊഴിയും മരങ്ങളാണ്, മറ്റൊന്ന് നിത്യഹരിത മരങ്ങളാണ്. ഇലപ്പൊഴിയും മരങ്ങളുടെ പ്രത്യേകത, വർഷത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് അവരെല്ലാ ഇലയും ഒരുമിച്ച് പൊഴിച്ചാണ്, കൊമ്പ് മാത്രമായിട്ട് നിൽക്കും. നമ്മുടെ റബ്ബർ പോലെ തേക്ക് പോലെയുള്ള മരങ്ങളൊക്കെ ഇലപ്പൊഴിയും മരങ്ങളാണ്. അതേസമയം വേറെ ചില മരങ്ങളുണ്ട്, പ്രായമായിട്ടുള്ള ഇല പൊഴിയുന്നുണ്ടാവും, പക്ഷേ പുതിയ ഇലകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. മാവും പ്ലാവും മാഞ്ഞിലിയും ഒക്കെ നിത്യഹരിത മരങ്ങളാണ്, എല്ലാ സമയത്തും പച്ചപ്പുള്ള മരങ്ങളാണ്. ഇങ്ങനെ ഇലപ്പൊഴിയും മരങ്ങളാണ് നമ്മൾ ആദ്യം കാണുക, ഇലപ്പൊഴിയും കാടുകളാണ് ആദ്യം കാണുക, ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് വിളിക്കും. കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു മിശ്രിതം കാണാൻ പറ്റും. അതിന് വിളിക്കുക അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നാണ്. അവിടെ നിത്യഹരിത മരങ്ങളും ഉണ്ടാവും, ഇലപ്പൊഴിയും മരങ്ങളും ഉണ്ടാവും, രണ്ടും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത്. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ പ്യുവർ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാം, എല്ലാ സമയത്തും പച്ചപ്പുള്ള കാട്. നമ്മൾ അകത്ത് നടന്നു കഴിഞ്ഞാൽ കാലൊക്കെ നിലത്ത് വെച്ചാൽ കാലും നനയും, അത്രമാത്രം ജലം മണ്ണിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് മഴക്കാടുകൾ കാണാൻ പറ്റും. മഴക്കാട് എന്ന് പറഞ്ഞാൽ കാടുകളെ നമ്മൾ മഴക്കാടെന്ന് വിളിക്കാൻ കാരണം അത് വർഷത്തിലെ എല്ലാ ദിവസവും മഴ പെയ്യുന്ന കാടുകളാണ്. എല്ലാ ദിവസവും 365 ദിവസവും മഴ പെയ്യുന്ന കാടാണ്. അവിടെ മഴ പെയ്യുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെയല്ല. മഴ എങ്ങനെ പെയ്യുന്നു? അറബിക്കടലിൽ വെള്ളം ചൂടാവുന്നു, നീരാവിയാവുന്നു, മോളിൽ പോകുന്നു, മേഘാവുന്നു, കാറ്റടിക്കുന്നു, അത് പറന്നു വന്ന് മലയിൽ തട്ടുന്നു, തണുക്കുന്നു, പെയ്യുന്നു. അങ്ങനെയല്ല അവിടെ പെയ്യുക. അവിടെ നിന്ന് തന്നെ വെള്ളം നീരാവിയായി മോളിൽ പോവുകയും അവിടെ തന്നെ പെയ്തിറങ്ങുകയും ചെയ്യുന്ന സ്വന്തമായ ഒരു ജലചക്രം മഴക്കാടുകൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ വളരെ സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥ കാണാം. അതിൻ്റെ പേര് ചോലക്കാടുകൾ എന്നാണ്. ഇംഗ്ലീഷിൽ അതിനെ ഷോല ഫോറസ്റ്റ് എന്ന് വിളിക്കും. മടക്കുകളിൽ അരിച്ചു കയറുന്ന പോലെയാണ് ആ കാടുകൾ കാണുക. മരങ്ങൾക്ക് പൊക്കം വളരെ കുറവായിരിക്കും, കാരണം ശക്തിയായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ്, അധികം പൊക്കം ഉണ്ടാവില്ല, നല്ല പ്രായം ഉണ്ടാവും. പക്ഷേ മരങ്ങൾക്ക് ഓർക്കിഡ് പൂക്കളുടെ കലവറ എന്നാണ് അറിയപ്പെടുക. ധാരാളം ഓർക്കിഡുകളെ കാണുന്ന സ്ഥലമാണ്. ഓർക്കിഡ് പുഷ്പങ്ങൾക്കൊരു പ്രത്യേകത, നമുക്കറിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള പുഷ്പങ്ങളാണ് ഓർക്കിഡ് പുഷ്പങ്ങൾ. ബാക്കി പൂക്കളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ചെമ്പരത്തി പൂവായാലും ശരി, കോളാപ്പി പൂവായാലും ശരി, ഇനി റോസപ്പൂവായാലും ശരി, വളരെ സിമ്പിൾ ഡിസൈനാണ്. ഓർക്കിഡ് പൂ അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കിഡ് പൂ കാണുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ, വളരെ സങ്കീർണമായിട്ടുള്ള ഡിസൈനാണ്.
അത് പരാഗണം നടത്താനായിട്ട് വരുന്ന ജീവികൾക്ക് ലാൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവും, നടന്നു കയറാനായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാവും, ഉള്ളിലൊരു സ്വീകരണ മുറി ഉണ്ടാവും, കുറച്ചപ്പുറത്ത് ഡൈനിങ് റൂം വേറെ ഉണ്ടാവും. ഒരു വണ്ടക്കാലത്തേക്ക് പോയാൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരെ. ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള പൂക്കളാണ്. അതിൻ്റെ കലവറ എന്നാണ് അറിയപ്പെടുക ചോലക്കാടുകൾ. ഈ ചോലക്കാടിൻ്റെ മുകളിൽ സഹ്യപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴാണ് വളരെ വിശാലമായിട്ടുള്ള പുൽമേടുകൾ കാണാം. ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡ്സ് എന്ന് വിളിക്കുന്ന പുൽമേടുകൾ. ഈ പുൽമേട്ടിലാണ് 12 വർഷം കൂടുമ്പോൾ ആര് പൂക്കുക? നീലക്കുറിഞ്ഞി പൂക്കുക. ആ പൂക്കുന്ന സമയത്ത് ആ ഒരു പ്രദേശം മുഴുവൻ നീല നിറയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയ ആ കടൽ തീരത്ത് നിന്നിട്ട് കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അതേപോലത്തെ നീല നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ കാണാനും പറ്റും. ഇത്രയും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, കണ്ടൽക്കാട് മുതൽ സർപ്പക്കാവ് മുതൽ പനത്തോട്ടങ്ങൾ, ഇലപ്പൊഴിയും കാടുകൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ചോലക്കാടുകൾ, പുൽമേടുകൾ, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ കാണണമെങ്കിൽ നിങ്ങളൊരു വണ്ടി പിടിച്ച് പോവുകയാണെങ്കിൽ മാക്സിമം ഒരു 5 മണിക്കൂർ മതി. അത്ര തന്നെ വേണ്ട മത്സരത്തിൽ. ഇത്ര ചെറിയ ദൂരത്തിൽ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ലോകത്ത് വേറെയില്ല. ഇതാണ് കേരളത്തെ വളരെ വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് മാറ്റുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഞാൻ പറഞ്ഞത് മുഴുവൻ തന്നെ ഏറ്റവും മേജർ ഫോറസ്റ്റ് ടൈപ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഓരോ ഫോറസ്റ്റ് ടൈപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്തിയാലും അവിടെ ധാരാളമായിട്ടുള്ള സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പെരിയാർ പോയാൽ, പറമ്പിക്കുളത്ത് പോയി കഴിഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്തുള്ള തിരിച്ചുപാടാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി പോയാൽ, അകത്തേക്ക് പോയാൽ ആ കാട് മുഴുവൻ ഒരേപോലെ നിൽക്കുന്ന സ്ഥലമല്ല. അതിനുള്ളിൽ തന്നെ ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് കാണാം. മാഷിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, പാടം പോലെയുള്ള വയലെന്ന് വിളിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, പാറ മാത്രമായിട്ടുള്ള കുന്നുകളുണ്ടാവും, ധാരാളം മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമുണ്ടാവും, പുൽമേടുകളുണ്ടാവും. കാടെന്ന് പറയുന്നത് ഒരു മൊസൈക്കാണ്. നമ്മൾ ഈ നിലത്തേക്ക് നോക്കി കാണുന്ന മൊസൈക്ക് തറ പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാച്ചുകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ കാട് എന്ന് വിളിക്കുന്നത്. പറഞ്ഞു വന്നത്, കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒറ്റ ചിത്രമല്ല, മറിച്ച് ഒത്തിരി ചിത്രങ്ങളാണ്. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു സ്ഥലമാണ് കാട് എന്ന് പറയുന്നത്. ഇനി ഇത്തിരി കാര്യം കൂടി പറഞ്ഞോട്ടെ, 2-3 കാര്യങ്ങളും കൂടി എന്നിട്ട് നമുക്ക്. കാടിൻ്റെ ആരോഗ്യം എല്ലാ കാലത്തും ഒരേപോലെ അല്ല നിൽക്കുന്നത്. പ്രത്യേകിച്ച് 2018-2019 2 വർഷങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പ്രളയം വന്ന വർഷങ്ങളാണ്. ഗംഭീരമായിട്ടുള്ള മഴയായിരുന്നു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. മഴയിൽ വന്നിട്ടുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ, പക്ഷെ നിങ്ങളും 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്ത ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വൈക്കോലിനൊക്കെ ഫംഗസൊക്കെ വന്ന് പിടിച്ചിട്ട് ഈർപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, മുറ്റത്തൊക്കെ വെള്ളം പൊങ്ങി കെട്ടി നിൽക്കുന്ന സമയത്ത് അങ്ങനെ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് പക്ഷേ മഴ പെയ്യുമ്പോൾ കേരളം മുഴുവൻ മഴ കിട്ടുമായിരുന്നു. ഒരേ മഴ കേരളം മുഴുവൻ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു അത്. വേറെ രീതി പറഞ്ഞാൽ മേഘങ്ങളുടെ വിസ്തീർണം, കേരളം മുഴുവൻ പടർന്നു കിടക്കുന്ന മേഘമാണ് ഒരേ സമയത്ത് പെയ്തുകൊണ്ടിരുന്നത്. ആ കാലം മാറി, മേഘത്തിൻ്റെ രൂപത്തിൽ മാറ്റം വന്നു. ഇന്നിപ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലെ അല്ല മഴ പെയ്യുന്നത്. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഭയങ്കര മഴയായിരിക്കും. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം, നല്ല മഴയത്തേക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഒരു കുറച്ച് 2-3 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ മഴ പെയ്ത ലക്ഷണമേ ഉണ്ടാവില്ല. ആ ചെറിയ സ്ഥലത്താണ്. മേഘങ്ങളുടെ രൂപം മാറിയിരിക്കുന്നു. അത് പരന്നിട്ട് നിൽക്കുന്നതിന് പകരം വേർട്ടിക്കലായിട്ട് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരെ മുകളിലേക്കാണ് നിംബോ ക്യുമുലസ് എന്ന് പറയുന്ന ക്ലൗഡ്സാണ് ഇപ്പോൾ കൂടുതൽ. നല്ല ഉയരത്തിലുണ്ടാവും. 10-12 കിലോമീറ്റർ ഉയരത്തിലേക്ക് മേഘം ഇങ്ങനെ ഒരു സിലിണ്ടർ പോലെ നിൽക്കുക, എന്നിട്ട് അങ്ങ് പെയ്യുക. മഴത്തുള്ളിയുടെ വലുപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആ പ്രദേശത്ത് അതിഭീകരമായിട്ടുള്ള, ഇപ്പോൾ അതിവൃഷ്ടി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ വാക്ക് ഉപയോഗിക്കുന്ന പോലെ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫാൾ ഒരു ചെറിയ സ്ഥലത്ത് പെയ്യുക. ഈ പെയ്യുന്ന മഴയെ ഏറ്റുവാങ്ങാനായിട്ടുള്ള ശേഷി ഭൂമിക്ക് ഇല്ലാതാവുന്നുണ്ട്. നാട്ടിലുള്ള പ്രധാന പ്രശ്നം, നാട്ടിലുള്ള മിക്കവാറും സ്ഥലങ്ങളൊക്കെ തന്നെ മണ്ണ് നമ്മൾ മറച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീട് വെച്ചിട്ടും ടൈലിട്ടിട്ടും റോഡ് ടാർ ചെയ്തിട്ടും നാട്ടിൽ ഈ വരുന്ന വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം വളരെ 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 കുറച്ചേ ഉള്ളൂ. അത് സാധ്യമാവേണ്ടത് കാട്ടിലാണ്. ആ വെള്ളം മുഴുവൻ മണ്ണിലേക്ക് ഇറങ്ങേണ്ടത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിൽ വെള്ളം വന്ന് വീഴുമ്പോൾ അതിൻ്റെ ശക്തി കുറയും. എന്നിട്ട് അതിൻ്റെ കൊമ്പിലൂടെയും തടിയിലൂടെയൊക്കെ പതുക്കെ വെള്ളം താഴേക്ക് ഒഴുകി മണ്ണിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിൻ്റെ വേഗത കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് മണ്ണിനകത്ത് അത് ഇറങ്ങാനായിട്ട് ആവശ്യത്തിന് സമയം കിട്ടും.
അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങും, ഭൂഗർഭ ജലസംഭരണികളൊക്കെ നിറയും. അതിനുശേഷം വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ആ വെള്ളമാണ് മഴക്കാലത്ത് പുറത്ത് വരിക. ഇനി വേനൽക്കാലാവുന്ന സമയത്ത് ഈ താഴെയുള്ള സംഭരണികളിൽ നിന്നുള്ള വെള്ളം ഉറവകളായിട്ട് നമുക്ക് കിട്ടും. അതാണ് വേനൽക്കാലത്ത് നമുക്ക് കിട്ടുന്ന വെള്ളം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിതീവ്ര മഴ വന്നതിന് ശേഷം കാര്യങ്ങൾ മാറി. 2018-ലും 2019-ലും സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, മഴ മാറിയതിന് ശേഷം ഒരു 2.5-3 മാസത്തെ കാലം കാട്ടിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകി പുറത്തേക്ക് വരികയാണ്. ആ വെള്ളത്തിൻ്റെ നിറം ചുവപ്പായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് നിറയെ മണ്ണുണ്ടായിരുന്നു എന്നാണ്. മേൽമണ്ണ് ധാരാളമായിട്ട് ഒഴുകിപ്പോയി. ഈ മേൽമണ്ണ് ഒഴുകി പോകുമ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് മാത്രമല്ല നഷ്ടപ്പെടുക, ആ മണ്ണിൽ ഉറങ്ങിക്കിടന്നിരുന്ന ധാരാളം വിത്തുകളും അതിനോടൊപ്പം ഒഴുകിപ്പോയിട്ടുണ്ട്. ആ വിത്തുകൾ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അടുത്ത റീജനറേഷനെയാണ് അത് ബാധിക്കുക. ആ വിത്തുകളാണ് വളർന്നു വരേണ്ടത്. അടുത്തുള്ള മരങ്ങളൊക്കെ പൊങ്ങി പോകുമ്പോൾ പുതിയ തൈകളായിട്ട് പൊങ്ങി വരേണ്ട ഇത് ഈ വിത്തുകളായിരുന്നു. അവരടക്കം പോയി. വേറെ ഇതിൽ പറഞ്ഞാൽ കാട്ടിലുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞു. പുതിയ തൈകൾ വരാതായി, പുതിയ മരങ്ങൾ വരാതായി, പുതിയ ഇൻട്രൊഡക്ഷൻസ് ഉണ്ടാവുന്നില്ല. ആ വിത്തടക്കം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാടിൻ്റെ ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇനി അതിന് കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്. ഏകദേശം 82ഓളം സസ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സസ്യങ്ങളുണ്ട്. അതിൽ പലതും നിങ്ങൾക്ക് നല്ല പരിചയമുള്ള സസ്യങ്ങളുമാണ്. അവർ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ അവരിവിടെ ഇല്ലാത്തവരായതുകൊണ്ട് അതിനെ തിന്നുന്ന ആരും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് നന്നായി അറിയാം. കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറയുന്ന ചെടി, ഈ ചെടി നമ്മുടേതല്ല. അത് വന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ്. പണ്ട് കേരളത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഭയങ്കര വറുതി ഉണ്ടായിരുന്നൊരു കാലം. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട്, അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വരും. ഇംഗ്ലീഷിൽ അതിന് വിളിച്ചിരുന്നത് ഷിപ്പ് ടു മൗത്ത് പീരീഡ് എന്നാണ് വിളിക്കുക. കപ്പലിൽ ധാന്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ എടുത്ത് ഉപയോഗിക്കുന്നു. ആ കാലത്ത് വന്ന ഗോതമ്പിനോടൊപ്പം കലർപ്പായിട്ട് കണ്ടാമിനൻ്റായിട്ട് വന്നതാണ് കമ്മ്യൂണിസ്റ്റ് വെച്ചതിൻ്റെ വിത്ത്. അതിവിടെ വന്ന് പടരാൻ തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് വെച്ച് ഏതെങ്കിലും ജീവി തിന്നുന്നത് കണ്ടിട്ടുണ്ടോ? ആടോ പശുവോ ഒന്നും അവർ തിന്നില്ല. കാരണം വെച്ചാൽ ഇവർ ഒരുമിച്ച് ഇവാൾവ് ചെയ്തതല്ല. അവർക്കത് ഇപ്പോഴും വന്നിട്ട് എത്രയോ വർഷമായി, ഇപ്പോഴും അത് അവർ കഴിക്കില്ല. മറ്റൊരു ചെടി നമ്മൾ കൊങ്ങിണി എന്ന് വിളിക്കുന്ന, അരിപ്പൂ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെടിയാണ്. നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അത് പക്ഷെ വന്നത് വേറൊരു വഴിക്കാണ്. അതും തെക്കേ അമേരിക്കയിലെ ചെടിയായിരുന്നു. അത് അവിടെ നിന്ന് വന്നിട്ട് ബ്രിട്ടീഷ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ, ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഗാർഡനിൽ അത് കൊണ്ട് നട്ടു. ക്യൂ ഗാർഡനിൽ നിന്ന് അത് കൽക്കട്ട ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് അത് ബാംഗ്ലൂരിൽ വന്നു, ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെ. അവിടെ നിന്ന് സിലോണിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെയൊക്കെ ഈ തൈ വളർന്നു വന്നു. അതായത് തൈൻ്റെ വിത്ത്, അതിൻ്റെ കായ പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാ വിത്ത് കഴിക്കുകയും അത് പുറത്ത് പോയിട്ട് കാഷ്ടിക്കുന്ന സമയത്ത് അത് അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ പല സ്ഥലത്തേക്ക് സ്പ്രെഡ്. ഇന്ന് നമ്മുടെ കാട്ടിൽ വലിയൊരു പ്രദേശം മുഴുവൻ ഈ കൊങ്ങിണി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി സസ്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രദേശം മുഴുവൻ അവിടെയുള്ള മുഴുവൻ വൈവിധ്യത്തെ ഇല്ലാതാക്കിയിട്ട് ഒരു സസ്യം മാത്രം സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമായിട്ട് മാറും. വെള്ളത്തിലത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്നവർക്ക്, ആലപ്പുഴ വഴി പോയവർക്കൊക്കെ അറിയാം, ജലശേഖരം മുഴുവൻ ഒരു സസ്യം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കുളവാഴ എന്ന് പറയുന്ന അത് മാത്രമേ അതിന് മുകളിലുള്ളൂ. അത് വീണ്ടും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അത് അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ ഒരു വലിയ പ്രദർശനം നടക്കുന്ന സമയത്ത് അവിടെ ഈ ചെടി പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. അതിൻ്റെ പൂവ് കാണാൻ നല്ല രസമാണ്. സ്ട്രെയിറ്റ് സ്റ്റോക്കായിട്ട് നിന്നിട്ട് നല്ല രസമുള്ള പൂവാണ്. ആ കൗതുകത്തിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് പല സ്ഥലത്തേക്ക് കൊണ്ടുപോയ സസ്യമാണ്. അങ്ങനെ കേരളത്തിൽ എത്തി. ഇന്ന് നമ്മൾ ജലാശയങ്ങൾ മുഴുവൻ അതുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോഴൊക്കെ ആദ്യത്തെ പരിപാടി അവിടെ നിന്ന് ഇതിനെ മാറ്റിക്കളയാന്നുള്ളതാണ്. ഇതെടുത്ത് മാറ്റിയിട്ടാണത് നടക്കുക. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. സൂര്യപ്രകാശം വെള്ളത്തിനകത്തേക്ക് എത്താതായി. ഇത് അവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലെ ഓക്സിജൻ മുഴുവൻ വലിച്ചെടുക്കുന്ന കാരണം വെള്ളത്തിലുള്ള മത്സ്യങ്ങളടക്കമുള്ള ജീവജാലങ്ങൾക്ക് അത് ജീവിക്കാൻ ബുദ്ധിമുട്ടായി മാറി. ഇങ്ങനെ ഏകദേശം 82ഓളം സസ്യങ്ങൾ. വയനാട്ടിലെ ഒരു മരം വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. മഞ്ഞപ്പൊന്നാന്ന് വിളിക്കുന്ന സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്ന ഒരു മരം വലിയ പ്രശ്നമായിട്ട് മാറി. ആ മരമൊക്കെ ഒരു ജീവി കഴിക്കില്ല എന്ന് മാത്രമല്ല, ആ മരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ ഒരു ചെടിയും വളരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള മരങ്ങൾ. നിങ്ങൾ പുളിമരം കണ്ടിട്ടുണ്ട്? പുളി, നിങ്ങൾ അവസാനം കണ്ട പുളി മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ആ പുളിയുടെ താഴെ വേറെ ഏതെങ്കിലും സസ്യം ഉണ്ടായിരുന്നോ എന്ന് ആലോചിച്ചു. ഉണ്ടാവില്ല, കാണൂല. കാരണം പ്രകാശം മാത്രമല്ല, അത് മണ്ണിലേക്ക് അയക്കുന്ന രാസവസ്തുക്കളുണ്ട്. അല്ലല്ലോ കെമിക്കൽസ് എന്നാ പറയാം. ആ രാസവസ്തുക്കൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒരു ചെടി അവിടെ മുളയ്ക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അസുര വൃക്ഷങ്ങൾ എന്നാണ് പണ്ട് വിളിക്കുക.
രണ്ട് തരത്തിലുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് പറയും, ദേവവൃക്ഷങ്ങളും അസുരവൃക്ഷങ്ങളും. ദേവവൃക്ഷങ്ങൾ അവരുടെ ശരീരത്തിൽ ധാരാളം മറ്റു ജീവികൾക്ക് ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നവരാണ്. എങ്ങനെ? അപ്പോൾ ഇവരാണെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. അവർ ഇല വീഴുന്ന സ്ഥലത്ത് വേറെ ഒന്നും വളരുന്നുണ്ടാവില്ല. ഈ ഇല പൊഴിയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല പൊഴിയുക എന്നുള്ളത് സസ്യങ്ങളെ സംബന്ധിച്ച്, മരങ്ങളെ സംബന്ധിച്ചിട്ട് അവരുടെ എക്സ്ക്രീറ്ററി പ്രോസസ്സാണ്. അവരവരുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് പുറം തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു മെക്കാനിസമാണ് ഇല പൊഴിയുക എന്നുള്ളത്. അപ്പോൾ ഇല പൊഴിയാറാകുമ്പോൾ മരം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ ഹരിതകത്തെക്കുറിച്ച് പറഞ്ഞു, ക്ലോറോഫിൽ എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന വലിയ മോളിക്യൂളാണ്. അത് ഉണ്ടാക്കാനായിട്ട് ധാരാളം ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പ്ലാന്റിൻ്റെ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ പൊഴിയാൻ പോകുന്ന ഇലയിൽ നിന്ന് ഹരിതകം മുഴുവൻ തിരിച്ചിങ്ങോട്ട് വലിക്കും. അതോടുകൂടി ഇലയുടെ നിറം മാറിയിട്ടുണ്ടാവും, പച്ച നിറം അങ്ങ് പോകും. അതിനുശേഷം ആ ഇലയിലേക്ക് പുറം തള്ളേണ്ട കെമിക്കൽസ് എല്ലാം അങ്ങോട്ടേക്ക് അയക്കും. എന്നിട്ടാണ് ഇല താഴെ വീഴുക. താഴെ വീണിട്ട് അത് മണ്ണിലോട് ചേരുന്നതോടുകൂടി ഈ കെമിക്കൽസ് മണ്ണിൽ വരും. മറ്റ് സസ്യങ്ങളൊന്നും അവിടെ വളരാത്ത അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ സെന്നയൊക്കെ പോയി നോക്കിയാൽ സെന്ന ഒന്നിനും അവിടെ വളരാൻ സമ്മതിക്കില്ല. നമ്മളൊരിക്കൽ അവിടെ പോയിട്ട് സെന്നയുടെ ചെറിയ തൈകളുണ്ട്, നമ്മൾ കൈകൊണ്ട് വലിച്ച് പറിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള തൈകളുണ്ടായിരുന്നു. നമ്മൾ കുറേ ആളുകളെ കൂട്ടി കുറേ തൈകൾ വലിച്ച് പറിച്ചു. അതിനുശേഷം നമ്മളത് കാട്ടിനുള്ളിലുള്ള ടാർ ചെയ്ത റോട്ടിൽ തന്നെ കൂട്ടിയിട്ട്, കാരണം മണ്ണുമായിട്ട് ബന്ധമായ പിന്നെ വളരുന്നുള്ളതുകൊണ്ട് ടാറുകൾ വെച്ചിട്ട് പോന്നു. ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയി നോക്കുമ്പോൾ കാണുന്നത് അതിനിടയ്ക്ക് മഴ പെയ്തിരുന്നു. ഈ മഴ പെയ്തിട്ട് ഈ കൂട്ടി വെച്ച തൈയുടെ മുകളിലും വെള്ളം വീണിട്ട് ആ വെള്ളം ഒഴുകിപ്പോയ വഴിയിലുള്ള പുല്ലടക്കം കരിഞ്ഞു പോയിരുന്നു. അത്ര സ്ട്രോങ് കെമിക്കൽസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മരത്തെ ഉണക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അതിൻ്റെ തൊലി ഒഴിവാക്കും. വാക്കത്ത് വെച്ചിട്ട് തൊലി ചെത്തി കളയുന്ന ആളുകൾ ആ പരിപാടി തുടങ്ങി, രാവിലെ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. ഒരു കുറച്ചും കൂടി കഴിഞ്ഞാൽ ഛർദ്ദിക്കാനൊക്കെ വരും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിദേശത്തു നിന്ന് വന്ന സസ്യങ്ങളുണ്ട്. ഇത് നമ്മുടെ കാടിനെ കൈയേറിയിട്ടുണ്ട്. വലിയ തോതിൽ കാട്ടിനകത്തേക്ക് അത് കയറി അവിടെ നമ്മുടെ സസ്യങ്ങളെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പുല്ലടക്കമുള്ള സസ്യങ്ങൾക്ക് വളരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തോതിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തെ അത് വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. കാരണം സസ്യബുക്കുകൾക്ക് ഭക്ഷണമില്ലാതെ വരുന്നു. മാവിനും മ്ലാവിനും ഒന്നും ഭക്ഷണം കിട്ടാതാവുന്നു. അവർ പുതിയ സ്ഥലത്തേക്ക് മാറുന്നു. ഹലോ 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 പറ്റൂല. അവർ മാറി താമസിക്കേണ്ടി വരും. അവർ പുതിയ സ്ഥലത്ത് പുതിയ പെരുമാറ്റിലേക്ക് അവർ പോകേണ്ടി വരും. അവർ മാറുന്ന വലിയ പ്രശ്നമില്ല. പക്ഷേ മാംസപ്പുക്കുകൾക്ക് മാറേണ്ടി വരും. കാരണം സസ്യപ്പുക്കുകൾ പുതിയ സ്ഥലത്തേക്ക് മാറി. മാംസപ്പുക്കുകൾ മാറുന്നത് പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് ടെറിട്ടറി ഉള്ള ജീവികളാണ്. പുലിയായാലും കടുവയായാലും ഒക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള അതിരുണ്ട്. അത് മറികടന്ന് അപ്പുറത്തേക്ക് കടന്നാൽ ഉറപ്പായിട്ട് സംഘർഷം ഉണ്ടാവും. അങ്ങനെ സംഘർഷം ഉണ്ടായാൽ അവർക്ക് പരിക്ക് പറ്റിയാൽ അവർക്ക് പിന്നെ മറ്റൊരു ജീവിയെ വേട്ടയാടി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. കാരണം വേട്ടയാടി പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരീരം 100% പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം സാധ്യമാവുന്ന ഒരു പരിപാടിയാണ് വേട്ടയാടുക എന്നുള്ളത്. ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വയം പരിക്ക് പറ്റാതെ നോക്കണം, അതോടൊപ്പം അതിനെ കീഴ്പ്പെടുത്താൻ പറ്റണം. അതിന് ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുക കെട്ടിയിട്ട മൃഗങ്ങളെ പിടിക്കുക എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് ആനിമൽസിലേക്ക് അവർ ശ്രദ്ധ മാറും. അപ്പോഴാണ് നമ്മളതിനെ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള വലിയ സംഘർഷമായിട്ട് നമ്മളതിനെ തിരിച്ചറിയും. അപ്പോൾ അങ്ങനെ അധിനിവേശ പ്രോസസ് വരുന്നുണ്ട്. കാലാവസ്ഥ മാറ്റമായിട്ട് ബന്ധപ്പെട്ട് അതിതീവ്ര മഴ വരുന്ന കാരണം കാടിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ പതുക്കെ ചൂട് കൂടുകയാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള കാലത്ത് ഏകദേശം 1 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞു. ഇനി അത് കുറയാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് 3 പ്രധാന പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം ഭൂമിയുടെ 2 ധ്രുവങ്ങളിലുള്ള ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലുള്ള 2 ധ്രുവങ്ങളിലുള്ള വലിയ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങുന്നു. ആ വെള്ളം കടലിലേക്ക് വരുന്നു. അത് മാത്രമല്ല, ചൂട് കൂടുന്ന സമയത്ത് കടൽ തന്നെ കുറച്ച് വലുതാവും. നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം സ്റ്റൗവിൽ വെച്ച് കത്തിച്ചാൽ വെള്ളം ചൂടാകുമ്പോൾ അതിൻ്റെ ലെവൽ പൊങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ കടൽ തന്നെ ഒന്ന് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും ചൂട് കാരണം. അതോടൊപ്പമാണ് ഈ ഐസ് ഉരുകിയിട്ടുള്ള വെള്ളം കൂടി ചേരുന്നത്. കടലിലെ ജലനിരപ്പ് ഉയരുകയാണ്. പസഫിക് സമുദ്രത്തിലുള്ള ധാരാളം ദ്വീപുകൾ ഇപ്പോൾ തന്നെ മുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട്, മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തെ ആളുകൾ മറ്റു രാജ്യങ്ങളിൽ സ്ഥലം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീലങ്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ അവർ സ്ഥലം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇവർക്ക് മാൽദീവിൽ പോകുമ്പോൾ അവിടെയുള്ള ചെറിയ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്വപ്നം മുഴുവൻ അവർ ജീവിക്കാൻ പോകുന്ന വേറൊരു രാജ്യമാണ്. അവർ ഇതുവരെ കാണാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നത്. കാരണം അവർക്കറിയാം അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം മാൽദീവ്സിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്.
ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും ഉയർന്ന സ്ഥലം 2000 മീറ്ററിന് മുകളിലാണ് പശ്ചിമഘട്ടം നിൽക്കുന്നത്. അവിടെ വെറും 4 മീറ്ററാണ്. വേറെ ഇത് പറഞ്ഞാൽ 4 മീറ്ററിനേക്കാൾ ഉയരമുള്ള ഒരു തിരമാല അടിച്ചാൽ ഇത് വാഷ് ഔട്ടായി പോകും. അത്ര താഴ്ന്ന അവർ നിൽക്കുന്നത്. അവരവിടെ നിന്ന് മാറാൻ പോവുകയാണ്. അപ്പോൾ തീരെ താഴ്ന്ന ദ്വീപുകൾ മുങ്ങാൻ തുടങ്ങുന്നു. മാത്രമല്ല തീരദേശം ഉയരം കുറഞ്ഞുള്ള തീരദേശങ്ങൾ മുങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ അങ്ങനെ ആണെങ്കിൽ കേരളത്തിന് എങ്ങനെയാണ് അത് ബാധിക്കുക? നമ്മുടെ എല്ലാ പട്ടണങ്ങളും തീരത്ത് തന്നെയല്ല. തിരുവനന്തപുരത്തായാലും കൊച്ചിയായാലും കോഴിക്കോടായാലും ഒക്കെ. അതിനേക്കാൾ അപകടമാണ് കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശം. കുട്ടനാട് ഇപ്പം തന്നെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ്. നമ്മൾ അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയിട്ടാണ് അവിടെ ആ കൃഷി. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കടൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, വെള്ളം അകത്തേക്ക് വരിക ചെയ്യും. അപ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്നു. നമ്മുടെ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ എറണാകുളത്തൊക്കെ ഒരു മണൽത്തരിക്ക് 1000കണക്കിന് രൂപയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ 2050 ആകുമ്പോഴേക്കും ഉണ്ടാവില്ല, അത് കടലെടുത്തിട്ടുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങൾ പതുക്കെ മാറി താമസിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തിക്ക് ഭയങ്കര വില കൂടിയെന്ന് കേട്ടിട്ടുണ്ടോ? 400 രൂപയ്ക്ക് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു, മത്തി എഴുതുന്ന കഥ എന്ന് പറഞ്ഞിട്ട്. മത്തിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര നാളെ ഞങ്ങളിങ്ങനെ അപമാനിക്കപ്പെട്ട് നെയ്മിൻ്റെ മുന്നിൽ കരിമീൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിച്ചിരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. കുറച്ച് നാളത്തേക്ക് ആണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു വിലയുണ്ടായിരിക്കണം. പണ്ട് ഞങ്ങളെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പൂച്ചയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണ് എന്നൊക്കെ പറയും. അങ്ങനെ അപമാനിച്ച അവസ്ഥയൊക്കെ മാറി ഞങ്ങളൊരു 400 രൂപയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മത്തി എന്താ സംഭവിച്ചത്? മത്തി എവിടെ പോയത്? മത്തി പോയതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറുക ചെയ്തു. കേരള തീരത്തു നിന്ന് കിട്ടുന്ന പല മത്സ്യങ്ങളെയും ഇപ്പം നമുക്ക് കിട്ടുന്ന വിശാഖപട്ടണത്തിൻ്റെ തീരത്തു നിന്നാണ്. ഭൂമധ്യരേഖ പ്രദേശത്തുനിന്ന് ഇവർ പതുക്കെ ധ്രുവങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കും. ഇനി കരയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കരയിൽ അവർ പോവുക മലമുകളിലേക്കാണ്. നമ്മൾ താഴേന്ന് മലമുകളിലേക്ക് യാത്ര ചെയ്താൽ തണുപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മർ ആവുന്ന സമയത്ത് ആളുകൾ വണ്ടി പിടിച്ചിട്ട് കൊടൈക്കനാലും ഊട്ടിയും മൂന്നാറൊക്കെ പോകുന്നതിൻ്റെ കാരണം ആ സമയത്ത് അവിടെ തണുപ്പാണെന്നുള്ളതുകൊണ്ടാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് സമ്മറിൽ അവർക്ക് ഭരിക്കാനായിട്ട് അവിടെ പാലസ് ഉണ്ടായിരുന്നു, സമ്മർ പാലസ് ഉണ്ടായിരുന്നു മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ. അവിടെ നിന്നാണ് അപ്പോൾ ആ സമയത്ത് അവർ ഭരണം നടത്തുക, കാരണം അവർക്ക് താഴെയുള്ള ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ജീവജാലങ്ങൾ പതുക്കെ മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് ഒരു വാക്കുണ്ടാവും, ആവാസ വ്യവസ്ഥ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്കോ സിസ്റ്റം എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഇക്കോ സിസ്റ്റം നമ്മൾ സാധാരണ ഉദാഹരണമായിട്ട് പറയാം, ഒരു കുളമാണ്, ഒരു പോണ്ട്. കുളം ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് പറയും. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതിനകത്ത് ജീവിക്കുന്ന എല്ലാ ജീവികളും പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സ്വയം മറ്റുള്ളവരെ തിന്നിട്ടും മറ്റുള്ളവരാൽ തിന്നപ്പെട്ടിട്ടും പോകുന്ന ഒരു ന്യൂട്രിയൻ സൈക്കിളുണ്ട്, ഒരു എനർജി സൈക്കിളും ഇക്കോസിസ്റ്റത്തിൽ സ്വന്തമായിട്ടുണ്ട്. അവിടെ ജീവിക്കുന്ന പല ജീവികളുണ്ട്, അവർ തമ്മിൽ കണക്റ്റഡാണ്. ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർ പതുക്കെ അവിടെ നിന്ന് മാറി താമസിക്കും. ഈ മാറി താമസിക്കുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയല്ല ചെയ്യുക, മറിച്ച് പറന്നു പോകാൻ പറ്റുന്നവർ പറന്നു പോകും, എഴഞ്ഞു പോകാൻ പറ്റുന്നവർ എഴഞ്ഞു പോകും, ചാടി പോകാൻ പറ്റുന്നവർ അങ്ങനെ പോകും, നടന്നു പോകാൻ പറ്റുന്നവർ അങ്ങനെ പോകും. പക്ഷെ ഇവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള സമയത്തായിരിക്കും മാറുക. അങ്ങനെ മാറുന്നവർ കൂടിയിട്ട് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഫ്രാക്ചേർഡായി മാറും, അത് തകർന്നു പോകും, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും പതുക്കെ മലമുകളിലേക്കാണ് യാത്ര ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഇപ്പം തന്നെ മലമുകളിലുള്ളവർ എങ്ങോട്ടാണ് പോവുക? ഏറ്റവും ടോപ്പിലുള്ളവർ, അവിടെ ചൂട് കൂടുകയാണ്. ഈ മലമുകളിൽ പീക്ക് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് ഞങ്ങൾ ശാസ്ത്രത്തിൽ വിളിക്കുക സ്കൈ ഐലൻഡ്സ് എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പീക്കിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതേപോലെ ജീവിക്കാൻ പറ്റുന്ന ഇത് മറ്റൊരു പീക്കിൽ മാത്രം. അപ്പോൾ ആകാശത്തു നിന്നുള്ള ദ്വീപുകൾ പോലെയാണ് ഇവർ നിൽക്കുക. അവിടെയുള്ളവർക്ക് വേറെ എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ നിന്നും പക്ഷികൾക്ക് പറന്നു പോകാം, ശലഭങ്ങൾക്ക് പറന്നു പോകാം, പക്ഷെ പറന്നു പോകാൻ പറ്റാത്ത ജീവികൾ അവിടെ ലോക്ക്ഡാണ്. അവർക്ക് താഴേക്ക് ഇറങ്ങി ആ വാലിയിലേക്ക് ഇറങ്ങി അടുത്തൊരു പീക്ക് കയറാൻ പലപ്പോഴും പറ്റില്ല, കാരണം വാലിയിൽ കൂടെ അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അവിടെ മറ്റ് രീതിയിൽ മാറി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ സ്കൈ ഐലൻഡ് എന്ന് വിളിക്കുക, ആകാശദ്വീപുകൾ എന്നാണ് നമ്മളവരെ വിളിക്കുക. ആ ആകാശദ്വീപിലേക്ക് താഴെ നിന്നുള്ള ജീവജാലങ്ങൾ ഇറച്ചെത്തുന്ന സമയത്ത് ഇവരെങ്ങോട്ടാണ് പോവുക? അവർ പോകുന്നൊരു പോക്കുണ്ട്, അതിനെയാണ് നമ്മൾ പ്രാദേശികമായ വംശനാശം എന്ന് വിളിക്കുക, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. കേരളം വലിയ തോതിലുള്ള എക്സ്റ്റിങ്ഷൻ നേരിടുകയാണ്. നമ്മൾ ഇനിയും പേരിട്ട് വിളിച്ചിട്ടില്ലാത്ത ധാരാളം ജീവജാലങ്ങൾ, അതായത് സസ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ശലഭങ്ങളുണ്ട്, വണ്ടുകളുണ്ട്, ധാരാളം ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ജലനിരപ്പ് ഉയരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം ജീവജാലങ്ങൾക്ക് വംശനാശം നേരിടുക എന്നുള്ളതാണ്.
പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ബേജാറാവുന്നത്, പേടിക്കുന്നത് മൂന്നാമത്തെ ഇമ്പാക്റ്റാണ്. അത് അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ്, എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻസാണ്. നമ്മൾ ഒരിക്കലും ഈ വർഷത്തെ വേനൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര കടുത്ത വേനലായിരുന്നു. ഒരുപക്ഷെ ഇതിന് മുന്നേ ചൂട് കൂടുതലായിരുന്നു, പക്ഷേ ഈ വർഷമാണ് അത് മനുഷ്യൻ്റെ ദേഹത്ത് തട്ടിയത്. വേർത്ത് കുളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ വേനൽ ആളുകളെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. സൺസ്ട്രോക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ആ വേവ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഇപ്പോൾ ഡൽഹി, ചണ്ഡീഗഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ റെഡ് അലേർട്ടാണ്. ഈ കഴിഞ്ഞ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ കുറേ ഉദ്യോഗസ്ഥർ സൺസ്ട്രോക്ക് വന്ന് മരണപ്പെട്ട വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. ഭീകരമായിട്ട് ചൂട് കൂടുക, മഴ പെയ്യുന്ന സമയത്ത് എക്സ്ട്രീമായിട്ട്. ഇതിപ്പോൾ കാലവർഷത്തിൻ്റെ സമയമാണ്, പക്ഷേ ഇന്ന് മഴ നമ്മളങ്ങനെ കാണുന്നില്ല. ഇനിയിപ്പോൾ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്ന കാഴ്ച അതാണ്. ജൂൺ 1-ാം തീയതി മഴ തുടങ്ങുന്നില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് സ്കൂൾ തുറക്കുന്ന അന്ന് രാവിലെ മഴ തുടങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പോൾ അതങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് പോയിട്ട് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഭീകരമായിട്ടുള്ള മഴയിലേക്ക് പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മഴയുടെ രീതി മാറി. കേരളത്തിൽ നമുക്ക് മഴയെക്കുറിച്ച് അറിയാം. 3 സീസണാണ് നമുക്കുണ്ടായിരുന്നത്. ഒന്ന് വേനൽ മഴയാണ്, ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ കിട്ടുന്ന വേനൽ മഴ. ഞങ്ങൾ കാടിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെ ഏറ്റവും കാത്തിരിക്കുന്നൊരു മഴയാണ് വേനൽ മഴ. കാരണം ആ സമയത്താണ് കാട്ടിൽ തീ വീഴാനായിട്ട് സാധ്യതയുള്ള സമയം. വരൾച്ചയാണ്, നന്നായി വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു തീപ്പൊരി മതി ഹെക്ടർ കണക്കിന് കാട് കത്തിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ചെറുക്കാനുള്ള ഏറ്റവും നല്ല വഴി കുറച്ച് നേരത്തെ വേനൽ മഴ കിട്ടുക എന്നുള്ളതാണ്. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കാട്ടുതീ ഇല്ലാതെ ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള വേനൽ മഴയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാലവർഷം വരും. ജൂണിൽ കാലവർഷം വരുന്നു, അത് ഗംഭീരമായിട്ട് പെയ്യുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണത്. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഉണ്ടാവും. നമ്മുടെ ഓണക്കാലത്ത് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുലാവർഷം വരും. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്ന മഴ. ഇങ്ങനെ 3ആയിട്ടാണ് മഴ കേരളത്തിൽ സംവിധാനം ചെയ്യുന്നത്. എത്രയോ കാലമായിട്ട് അത് അങ്ങനെ തന്നെയായിരുന്നു. ആ പാറ്റേൺ മാറിക്കഴിഞ്ഞു. എപ്പോഴാണ് വേനൽമഴ വരിക നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാലവർഷം എപ്പോഴാണ് തുടങ്ങുക നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. കാലവർഷവും തുലാവർഷവും തമ്മിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഇല്ലാതായി മാറും. കഴിഞ്ഞ 2 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്, ഇതിനിടയ്ക്കൊരു ബ്രേക്കില്ല. അങ്ങനെ ബ്രേക്ക് ഇല്ലാതാവുമ്പോൾ ഇത് മറ്റ് ജീവജാലങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക, അതുകൂടി പറഞ്ഞാൽ നിർത്താം. ആദ്യത്തെ മഴ വരുമ്പോഴാണ് ചെടികളിൽ തളിരില വരിക. ഈ തളിരില വന്നാൽ തളിരിലയിൽ മാത്രമേ ഉള്ളൂ പല ജീവികൾക്കും മുട്ടയിടാൻ പറ്റും. കാരണം ശൽഭങ്ങളിലൊക്കെ മുട്ട തളിരില ഇടുക. കാരണം മുട്ട വിരിഞ്ഞ് വരുന്ന ചെറിയ പുഴുക്കൊക്കെ മൂത്ത് പോയ ഇല തിന്നാൻ പറ്റൂല, അവർക്ക് തളിരില തിന്നാൻ പറ്റില്ല. അപ്പോൾ അവർ മുട്ടയിടാൻ തയ്യാറാവുന്ന സമയത്ത് ഈ തളിരില ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സിങ്കറിനെ നഷ്ടപ്പെടും. മൂത്ത ഇലയിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, തളിരില തന്നെ വേണം. അങ്ങനെ അവർ തളിരിലയിൽ മുട്ടയിട്ട് വിരിഞ്ഞ് വരുന്ന പുഴുക്കളാണ് മറ്റൊത്തിരി പക്ഷികൾക്ക് ഭക്ഷണമാവാനുള്ളത്. ആ പക്ഷികളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്താണ് മാംസഭുക്കുകളായിട്ടുള്ള പക്ഷികളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക. കാരണം ഇതിലുള്ള പല കുഞ്ഞുങ്ങളും അവർക്ക് ഭക്ഷണം ആവാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെടിയിൽ ഇല വരുന്ന സമയം, അതിൽ പഴങ്ങളുണ്ടാകുന്ന സമയം, ഇതെല്ലാം ധാരാളം ജീവജാലങ്ങളുടെ ലൈഫ് സൈക്കിളുമായിട്ട് സിങ്കർണൈസ് ചെയ്തിട്ടുള്ളതാണ്. അവർ മനുഷ്യരെ പോലെ എല്ലാ സമയത്തും ഇണചേരുകയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ജീവികളല്ല. അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ബ്രീഡിങ് സീസൺ ഉണ്ട്. ആ ബ്രീഡിങ് സീസൺ ആ സമയത്താണ് അവർ ഇണചേരുക. അത് ആ സമയം ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇണചേർന്നാലാണ് ധാരാളം വിഭവങ്ങൾ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരിക. ആ സമയത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരണം, കാരണം അപ്പോഴാണ് ഭക്ഷണം യഥേഷ്ടമായിട്ട് ഉള്ള സമയം. ഇങ്ങനെയുള്ള പ്രകൃതിയിലുള്ള വളരെ കൃത്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിങ്കറിനെയാണ് നമുക്ക് ഈ കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത്രയാണ് കാടിൻ്റെ മുകളിലുള്ള ഇമ്പാക്റ്റ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. കാട്ടിൽ ജീവജാലങ്ങൾ മാത്രമല്ല, സസ്യങ്ങൾ മാത്രമല്ല, ജന്തുക്കൾ മാത്രമല്ല, ഫംഗസുകളും ബാക്ടീരിയയും വൈറസും മാത്രമല്ല, മനുഷ്യരും ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യരെയാണ് നമ്മൾ ആദിമ നിവാസികൾ എന്ന് വിളിക്കുക. നമുക്കറിയുന്നതിൽ വെച്ചിട്ട് ഈ പ്രകൃതിയെ ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യർ അവരാണ്. കാട്ടിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ഞങ്ങളൊന്നുമല്ല, മറിച്ച് 365 ദിവസവും കാട്ടിൽ ജീവിക്കുന്ന ആദിമ നിവാസികളാണ്. അവരുടെ അറിവിൻ്റെ 7 അയലത്ത് പോലും എത്താനായിട്ട് നമ്മളെക്കൊണ്ട് പലപ്പോഴും പറ്റിയിട്ടില്ല. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എടുത്തിട്ട് അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ എടുത്ത് മുന്നോട്ട് വെക്കേണ്ടി വന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നത് നമ്മളാരുമല്ല, മറിച്ച് ഒരു ആദിമ നിവാസിയായിരിക്കും. കാരണം അവരാണ് ഈ പ്രകൃതി അറിയുന്നത്, അവരാണ് ഏറ്റവും ഗംഭീരമായിട്ട് അതിനെ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള വേൾഡ് വ്യൂ ഉള്ള മനുഷ്യരും കൂടിയാണ്. ഒരിക്കലും അവർ കാടിനെ നോവിച്ചിട്ടില്ല, കാടിനെ
പരിക്ക് പറ്റിയിട്ടില്ല. അവർ ജീവിക്കുന്ന സ്ഥലത്ത് ഒത്തിരി പോലും പ്രകൃതി നഷ്ടപ്പെട്ടിട്ടുമില്ല. അവർ പക്ഷെ വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ബേജാറിലാണ്. അവർ അതിജീവനം വലിയ പ്രശ്നത്തിലാണ്. കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ അവർ ബാക്കിയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. അത്ര ഭീകരമായിട്ടുള്ള പീഡനമാണ് ആ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒറ്റ ഉദാഹരണം പറയാം, അവരുടെ വേൾഡ് വ്യൂ. അവർ നാട്ടിലുള്ള മനുഷ്യരൊക്കെ ഒരു കുറ്റം ചെയ്യാതിരിക്കുന്നത്, ഒരു തെറ്റ് ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും പോലീസിന് പേടിച്ചിട്ടായിരിക്കും. അല്ലാതെ തെറ്റ് ചെയ്യേണ്ടെന്നുള്ള ബോധ്യങ്ങളൊന്നും ആവുന്നില്ല. ഞാൻ നിങ്ങൾ ചെയ്ത കുടുങ്ങിയാൽ പിന്നെ ജയിലിലായി പോകുന്നുള്ള പേടിയൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മളെ ഭരിക്കുക. ആദിമനിവാസികളെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ഒന്ന് കേട്ട് നോക്കുക അവരുടെ വേൾഡ് വ്യൂ എങ്ങനെയാണെന്ന്. അവരുടെ വിശ്വാസം അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരുടെ പൂർവികന്മാരെ അവരെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ മുത്തശ്ശൻ, മുത്തശ്ശി, ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം. അവർ മാത്രമല്ല, പൂർവികന്മാർ മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, മരിച്ചുപോയ എല്ലാവരും അവരുടെ ജീവിതത്തെ കാണുന്നുണ്ട്. പിന്നെ അവർ മാത്രമല്ല, അവർക്ക് പരിചയമുണ്ടായിരുന്ന ജീവജാലങ്ങൾ, അവർക്ക് പരിചയമുള്ള ആന, കടുവ, മാൻ, പുലി, ഇവരെല്ലാവരും എൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒളിച്ചല്ല ജീവിക്കുന്നത്, ഞാൻ ഇവരുടെ ഗെയ്സിന് മുന്നിലാണ്, അവരുടെ നോട്ടത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുക? എനിക്ക് മോശമായ ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇതാണ് ഒരു ട്രൈബിനെ, ഒരു ആദിമ നിവാസിയെ ഡ്രൈവ് ചെയ്യുന്ന ലോകബോധം എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ട് അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല. അവൻ ഏറ്റവും ശരിയായി തന്നെ ജീവിക്കാനായിട്ട് ഉള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഈ ഭൂമിയായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് ഇടപെടുന്ന മനുഷ്യർ അവരാണ്. ഒരു കിളിയുടെ ശബ്ദത്തിൽ നിന്ന്, ഭൂമി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ആളുകൾ അവരാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ടും ചേർന്ന് ജീവിക്കാനായിട്ട് അറിയുന്ന ആളുകൾ അവരാണ്. ഏറ്റവും കുറച്ച് കാർബൺ കത്തിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് കഴിയുന്നത്ര കോട്ടമില്ലാതെ ജീവിക്കാനായിട്ട് അറിയുന്ന മനുഷ്യർ അവരാണ്. പക്ഷെ അവരെ നമ്മൾ കാണുന്ന രീതി വളരെ 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 അപകടം പിടിച്ച രീതിയാണ്. അവർക്ക് വിവരമില്ല എന്നും, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നും, അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നും, അവർ നമ്മളെപ്പോലെ ആവാത്തത് അവരുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള എന്തോ കുഴപ്പം കൊണ്ടാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോഴും നമ്മൾ. ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ല. മറ്റു പല രാജ്യങ്ങളും ആദിമ നിവാസികളെ കാണുന്ന രീതി വളരെ വളരെ വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് വിഷ്ണുക്കാരെ വെള്ളക്കാർ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിൽ എത്തുന്ന സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. ന്യൂസിലാൻഡിൽ നമ്മളൊരു കോൺഫറൻസിന് പോയതാണ്. കോൺഫറൻസ് റോട്ടൂറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കോൺഫറൻസ്. ഇപ്പോൾ രാവിലെ കോൺഫറൻസിന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി. തലേദിവസം നമ്മളെത്തി ഹോട്ടലിൽ താമസിക്കുന്നു. നമ്മൾ പ്രോഗ്രാം നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൽ എത്തുന്നു. രാവിലെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. അപ്പം ഞാനും ആ സമയത്ത് KFR ഡയറക്ടറായിരുന്ന അദ്ദേഹം കൂടി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴ ദിവസം നമ്മുടെ നാട്ടിലെ പോലെ ഭീകര മഴയൊന്നുമല്ല, പക്ഷേ എങ്കിലും നനയും. അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ തന്നെ കുടയില്ല. അപ്പോൾ നമ്മളവിടെ ഒരു കടയുടെ സൈഡിൽ കയറി നിന്നു. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് കടയുടെ സൈഡിൽ നിൽക്കുന്നു. പിന്നെ കുറച്ച് മുറ്റുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് റോഡ് വരിക. അപ്പോൾ റോഡിലൂടെ ഒരു വലിയ വണ്ടി വരുന്നു. വലിയ പക്ഷേ നമ്മുടെ ഒരു ഇന്നോവയിലെ പോലെയൊക്കെ ഉള്ളൊരു വണ്ടി വരുന്നു. വണ്ടി സ്ലോ ചെയ്യുന്നു, റിവേഴ്സ് എടുക്കുന്നു. അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്ത് വന്നിട്ട് കയറുന്നു പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ഫ്രണ്ടിലെ സീറ്റിലിരിക്കുന്നത്, ഡ്രൈവറെ ഓടിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരാണ് ആ സിമ്പോസിയം ഉദ്ഘാടനം ചെയ്തത്. അവർ റോട്ടൂരയിലെ മേയറാണ് ആ സ്ത്രീ. അപ്പോൾ അവർ നമ്മുടെ കഴുത്തിൽ ബാഡ്ജ് കിടക്കുന്ന കാരണം അവർക്ക് മനസ്സിലായി. ഈ പരിപാടിക്ക് വന്നിട്ട് മഴയെ കുടിക്കുക എന്ന് അവർ മനസ്സിലായിട്ട് നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വണ്ടി കയറി അവരെ നമ്മളെ ഹോട്ടലിൽ എത്തുന്നതിനിടയ്ക്ക് നമ്മളവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരവിടുത്തെ മേയറാണ്. അപ്പോൾ അവരെക്കുറിച്ച് എൻ്റെ ഇപ്പോൾ ഉള്ള സജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് മാവോറിയാണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി അത് കേട്ടിട്ട്. കാരണം മാവോറി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ആദിമ നിവാസികളാണ്, അവിടുത്തെ ട്രൈബ്സാണ്. അപ്പോൾ റോട്ടൂരയിലെ വൈറ്റ് ഫീമെയിൽ മേയർ പറയുകയാണ് എൻ്റെ ഭർത്താവ് മാവോറിയാണെന്നാണ് പറയുന്നത്. അത് വലിയ അത്ഭുതമായിരുന്നു. 3-ാം ദിവസമാണ് ഈ അത്ഭുതത്തിൻ്റെ ബാക്കി വിശദാംശങ്ങൾ കിട്ടുന്നത്. 3-ാം ദിവസം നമുക്കൊരു ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ദ്വീപ് കാണാനാണ് പോകുന്നത്. ഒരു വലിയ തടാകം ഉണ്ട്, അതിന് നടുക്കൊരു ദ്വീപുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വലിയ ബോട്ടിൽ നമ്മൾ കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് വോളണ്ടിയേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയം തോന്നി, എന്ത് ഇങ്ങനെ പറയുന്നത്? അവർക്കൊരു ടെൻഷനുള്ള പോലെ. അത് മനസ്സിലായത് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഈ മാവോറി മനുഷ്യർ അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, ഓരോരുത്തരും നമ്മൾ കൈ പിടിച്ചിട്ട് അവരെ പരിചയപ്പെടുകയാണ്. അവർ അകത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റൂല. അതന്നെ അവരുടെ സ്ഥലമാണ്.
കാർഡിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ്. അല്ല സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു കത്തുമായിട്ട് പോയാൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു മനുഷ്യർക്ക് നേരിട്ട് ബോധ്യം ഉണ്ടാവണം. നമ്മൾ കണ്ടിട്ട്, കടലാസിലല്ല, നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ ശരിയെന്ന് അവർക്ക് തോന്നുമ്പോൾ മാത്രമേ അവർക്ക് അകത്തേക്ക്. ഈ തരത്തിലുള്ള അധികാരത്തിലേക്കാണ് ആദിമ നിവാസികളെ മറ്റു രാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പക്ഷെ നേരെ തിരിച്ചാണ്. മധുവിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ തല്ലി കൊന്നോളെ ഒരാൾ ചോദിക്കാനില്ലാത്ത പോലെ അവരെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ശരിയെക്കുറിച്ച് നമുക്ക് വലിയ 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 ബോധ്യങ്ങളാണുള്ളത്. ആ ബോധ്യങ്ങളില്ലാതെ നമ്മുടെ കീഴിൽ സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ചെയ്തതിനേക്കാൾ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് നമ്മൾ ആദിമനിവാസികളുടെ മേലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ ഒരു തരത്തിലും അവരെ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് അവരുടെ മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KFRA ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്നിട്ട് പലപ്പോഴും സർക്കാരിനോട് വഴക്കുണ്ടാക്കാനുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. ഞങ്ങൾ സർക്കാരിൻ്റെ നല്ല പുസ്തകത്തിലുള്ള സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും ആദ്യമായിട്ട് സൈലൻറ്റ് വാലി പദ്ധതി വരുന്ന സമയത്ത് സൈലൻറ്റ് വാലി പദ്ധതിയെക്കുറിച്ചിട്ടുള്ള അവസാന തീരുമാനം എടുക്കാനായിട്ട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള സംഘം ഡൽഹിയിലെത്തുമ്പോൾ ഡൽഹിയിൽ അവർക്ക് വേണ്ടി ഒരു ഫാക്സ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ അന്നത്തെ ഡൽഹിയിലെ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ സെക്രട്ടറി ആ ഫാക്സ് എടുത്ത് കാണിച്ചു കൊടുത്തു. ആ ഫാക്സ് എഴുതിയിരുന്നത് KFRA എന്ന് പറയുന്ന സ്ഥാപനം സൈലൻറ്റ് വാലിയെ കുറിച്ചൊരു പഠനം നടത്തുന്നുണ്ട്, ആ പഠനത്തിൻ്റെ റിസൾട്ട് വരുന്നവരെ തീരുമാനം എടുക്കരുത് എന്നായിരുന്നു ആ ഫാക്സ്. ചീഫ് സെക്രട്ടറി അടക്കം കലിതുള്ളിയാണ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. ഇത് ആരാണ് ഈ ഫാക്സ് അയച്ചത് നോക്കിയിട്ട്? അത് ഫാക്സ് അയച്ചത് ഡോക്ടർ VS വിജയൻ എന്ന് പറയുന്ന KFRA ഒരു സയൻറ്റിസ്റ്റായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വലിയ ബഹളമായിരുന്നു, അയാളെ പിരിച്ചുവിടണം, സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് KFRA ഡയറക്ടർ പറഞ്ഞു, അല്ല അയാൾ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അയാൾ പറഞ്ഞ സത്യമാണ്, പഠനം നടക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നൊരു അഭ്യർത്ഥനയാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ വളരെ സ്ട്രോങ്ങായി നിൽക്കുകയും ആ സയൻറ്റിസ്റ്റ് ഇവിടെ തന്നെ തുടരുകയും ചെയ്തു. ഇന്ന് എല്ലാവർക്കും സൈലൻറ്റ് വാലി ഭയങ്കര അഭിമാനമാണ്, നമ്മൾ എല്ലാവരും അത് ഒരു അഭിമാനത്തോട് പറയും. പക്ഷേ അന്നത്തെ കാലത്ത് അധികാരത്തോട് സത്യം പറയാനായിട്ട് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഈ സ്ഥാപനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പാത്രക്കടവ് പദ്ധതി വന്നു, അതിലും KFRA അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പൂയംകുട്ടി പദ്ധതി വന്നു, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് KFRA ഏൽപ്പിച്ചു. നമ്മൾ പറഞ്ഞു പൂയംകുട്ടി പദ്ധതി വന്നാൽ ആയിരക്കണക്കിന് ഈറ്റ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടും, അവരവിടുന്ന് കുടിയൊഴിക്കപ്പെടും, അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇല്ലാതെ ഈ പദ്ധതിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ ഡയറക്ടറെ പുള്ളിയുടെ ചേംബറിൽ വിളിച്ചു വരുത്തി വിലങ്ങും ഫയർ ചെയ്തു. അദ്ദേഹം ചോദിച്ച ഷാർപ്പ് ചോദ്യം ഇതായിരുന്നു, സർക്കാരിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് സർക്കാരിനെതിരെ റിപ്പോർട്ട് ചെയ്തതാണോ നിങ്ങളുടെ പണി എന്ന് വരെ KFRAയോട് ചോദിക്കേണ്ടത്. പക്ഷെ നമ്മൾ സർവൈവ് ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിരപ്പള്ളി പദ്ധതിക്കെതിരെ ഉള്ള റിപ്പോർട്ടും നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കൊടുത്തിട്ടുള്ളത് KFRA ആണ്. അപ്പോൾ അങ്ങനെ ഇതെന്തുകൊണ്ടാണ് KFRAയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് സർക്കാരാണെന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അവർ ഉപ്പ് വാങ്ങിക്കുമ്പോഴും അരി വാങ്ങുമ്പോഴും പഞ്ചസാര വാങ്ങുമ്പോഴും തീപ്പെട്ടി വാങ്ങുമ്പോഴും കൊടുക്കുന്ന നികുതിയാണ് ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പം നിങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ബാധ്യത ജനങ്ങളോടാണ്. ആ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഏറ്റവും ക്രിയാത്മകമായിട്ട് ഒരു സർഗശേഷി ഉപയോഗിക്കുന്നത് നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ചോദിക്കാൻ പറയാൻ? വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പ്രത്യേകം നന്ദി പറയുന്നു. ഭയങ്കര അവസാനം പറഞ്ഞു നിർത്തിയ ഒരു ചെറിയൊരു ചോദ്യമുള്ളത്, കോഴിക്കുട്ടി ഉൾപ്പെടെ അതേപോലെ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾക്ക് ഇതിലുള്ള റിപ്പോർട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് നൽകുന്നു. ശരി, വളരെ നല്ല കാര്യം തന്നെയാണ്. എൻ്റെ ഒരു സംശയമാണ്. അപ്പൊ ഇതിന് പ്രോപ്പർട്ടികൾ നമുക്ക് ഏതാണ്ട് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇതിനെ പ്രകൃതിയെ നിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മരത്തെ നിർത്തിക്കൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ പ്രൊജക്ടുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ തീരുമാനം എടുക്കുന്ന പ്രോസസ്സ് സയൻറ്റിഫിക് ആവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനകത്ത് ലാഭം മാത്രം നോക്കാതെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് അതിനൊരു മെത്തഡോളജി ഉണ്ട്. അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ആ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ് ചെയ്തിട്ട് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുകയും മറ്റൊന്നിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു.
പലപ്പോഴും ഗവൺമെൻറ് അത് നമ്മളോട് ചോദിക്കാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏതാണ് ഏറ്റവും നല്ല സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ട് തന്നെയുണ്ട്. ഏറ്റവും കുറഞ്ഞ ഇമ്പാക്റ്റുള്ള ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യും. എല്ലാ പദ്ധതികളെയും നിഷേധിക്കുക എന്നുള്ളൊരു സ്വഭാവമല്ല, സയൻറ്റിഫിക് ആവണം, ആ പ്രോസസ്സ് സയൻറ്റിഫിക് ആവണം. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നിലപാട്. കേരളത്തിലെ വന മേഖലകളുടെ നാശത്തിലേക്ക് അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ കൂടുതലായിട്ട് നാട്ടിലിറങ്ങുന്നതിനും കാരണമായി ഇപ്പോൾ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചേക്ക് മഞ്ഞക്കൊണ്ട അതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ വന്നത്? നട്ടുപിടിപ്പിച്ചതാണോ? അവിടെ ഇപ്പൊ നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു വരികയും അതിന്റെ നശീകരണത്തിന് വേണ്ടി സ്കോഡുകൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ ഇത്രത്തോളം ഭയാനകമാണെന്ന് അറിയാതെയാണോ? ഏത് രീതിയിലാണ് ഇടപെടുന്നത്? നല്ല ചോദ്യമാണ്, പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. മഞ്ഞക്കൊന്ന കേരളത്തിലേക്ക് വന്ന് നമ്മൾ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് സംഭവിച്ച നമ്മുടെ കൊന്നയുണ്ടല്ലോ, കണിക്കൊന്ന, നമ്മൾ കണിക്കൊന്ന എന്ന് വിളിക്കുന്ന വിഷുവിനൊക്കെ പൂവൊക്കെ എടുക്കുന്ന ഈ കൊന്ന റോഡ് സൈഡിൽ നടാനാണ് തീരുമാനിച്ചത് വയനാട്ടിൽ. സോഷ്യൽ ഫോറസ്റ്റിംഗാണ് അത് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അവർ പക്ഷേ വിത്ത് വാങ്ങിച്ചത് കർണാടകത്തിൽ നിന്നാണ്. പക്ഷേ ആ കർണാടകത്തിൽ നിന്ന് സപ്ലൈ ചെയ്ത വിത്ത് കണിക്കൊന്നയുടെ വിത്തായിരുന്നില്ല, മഞ്ഞക്കൊന്നയുടെ വിത്തായിരുന്നു. ഇത് വിത്തായിരിക്കുന്ന സമയത്ത് കണ്ടാൽ തിരിച്ചറിയില്ല, രണ്ടും ഒരേ ഫാമിലിയിൽ വരുന്ന സസ്യങ്ങളാണ്. ചെറിയ തൈ ആകുമ്പോഴും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും, ചെറിയ വ്യത്യാസമുള്ള അതിൻ്റെ പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അത് അവർ കൊണ്ടുപോയിട്ട് റോഡ് സൈഡിൽ നട്ടു. ചില നല്ല ആത്മാർത്ഥതയുള്ള ഓഫീസേഴ്സ് കുറച്ച് തൈകൾ ആ മുത്തങ്ങ ഓഫീസിൻ്റെ സൈഡിൽ കൂടി നട്ടു, അതുകൂടി രസമായിക്കോട്ടെ വിചാരിച്ച് അവിടെയും നട്ടു. ഇത് വളർന്നു വന്നു. അതേ സമയത്താണ് അവിടെ സംഭവിച്ച ഒരു ആക്സിഡൻ്റൽ കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്താണ് അവിടെ മുള പൂക്കുന്നത്. മുള പൂക്കുന്നത് നിനക്കറിയാം, ഒരു പ്രദേശത്തെ മുള ഒരുമിച്ചാൽ പൂക്കും, പൂത്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയും ചെയ്യും. ഈ മുള പൂത്ത സമയത്തേക്കും ഈ കൊന്നകൾ വളർന്നിട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മുള പൂത്തിട്ട് ആ മുളകൂട്ടങ്ങളൊക്കെ നശിച്ച സമയത്ത് അവിടെ ധാരാളമായിട്ട് സൂര്യപ്രകാശം കിട്ടിയ സ്ഥലത്തേക്ക് ഇവർ വലിയ തോതിൽ ഇരച്ച് കയറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അത് പിടികിട്ടാത്തൊരു പ്രശ്നമായിട്ട് മാറിയത്. ആ തീർച്ചയായിട്ടും നമ്മളൊരു ചെടി നട്ടു വളർത്തിയാൽ വളരെയധികം കുട്ടികളെ പോലും പോലും അത് വളർന്ന് വലുതാകുന്നില്ല, അല്ലെങ്കിൽ ഇടപെട്ട് പോകും. നേരെ മറിച്ച് നമ്മുടെ വീടിന്റെയൊക്കെ ഈ ചുമലുകളിൽ ആദ്യത്തെ ഒരു വിത്ത് വീണാൽ അത് വളരെയധികം ഒഴിച്ചു വരുന്നു. അതിന് എത്ര ഒഴിച്ചു കളഞ്ഞാലും ഈവൻ എന്തെങ്കിലും രാസമായ ഒഴിച്ചാൽ പോലും വീണ്ടും ഒഴിച്ചു വരും. അപ്പൊ അതിന്റെ ഒരു എന്താണ്? നല്ല ചോദ്യം. രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം, മറ്റൊന്ന് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഉത്തരം. വിശാലമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക്കിലേക്ക് വരാം. വിശാലമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവൻ എന്ന് പറയുന്ന സംഭവം, ലൈഫ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പല തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് നമ്മളെല്ലാവരും. ഒരു ചെടിയായാലും ഒരു ജീവിയായാലും നമ്മളായാലും ജീവൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ വ്യത്യസ്തമായ തരത്തിലുള്ള ആവിഷ്കാരമാണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നടക്കുന്നത് പ്രകൃതിയിലുള്ള ഓരോ വിഭവവും ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. അത് വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ജീവികൾ, കരയിൽ ജീവിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ജീവികൾ, മരത്തിൻ്റെ മുകളിൽ ജീവിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ജീവികൾ, പൊത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ, അങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാ തരം ആവാസ വ്യവസ്ഥകളും ഒക്കുപ്പൈ ചെയ്യാനായിട്ടുള്ള ശ്രമം ജീവൻ എന്ന് പറയുന്നൊരു പ്രതിഭാസം നടത്തുമ്പോഴാണ് ഈ ധാരാളം വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത്. ആല് ഒരു പാരസൈറ്റാണ്, അത് മറ്റു മരങ്ങളുടെ മുകളിൽ വളരുന്ന ചെടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമാണ് അതിനകത്ത് സംഭവിച്ചത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തിന് പശ ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇത് ഏതെങ്കിലും കിളി കഴിച്ചാൽ ഇവരെ കൊക്കിന്ന് അത് കളയാൻ പറ്റില്ല, ഇവർക്ക് എവിടെയെങ്കിലും ഉറച്ചിട്ടേ ഇത് കളയാൻ പറ്റും. ഇവരത് കൊണ്ടുപോയിട്ട് മറ്റു മരങ്ങളുടെ മേലെ പോയിട്ട് കൊമ്പിൽ വരയ്ക്കും. അപ്പോൾ ഇത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കും, അവിടെയാണ് അത് വളരാൻ തുടങ്ങുന്നത്. അവർ ആ ചെടിക്കുള്ളിൽ നിന്നാണ് മൂല്യങ്ങൾ വലിച്ചെടുക്കുക. അപ്പോൾ അതിനു വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തൊരു മരമാണ് ആലെന്ന് പറയുന്നത്. ചിലപ്പോൾ അത് കെട്ടിടത്തിൻ്റെ മുകളിലായിരിക്കും, അവിടെ അത് പറ്റിപ്പിടിച്ചാൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വളരെ കുറച്ചായിട്ട് കിട്ടുന്ന, വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന മൂല്യങ്ങളുടെ മുകളിൽ ഉപയോഗിച്ചുകൊണ്ട് തഴച്ച് വളരാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത മരങ്ങളാണ് അവർ. അതിപ്പോൾ നിലത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് ആ അഡാപ്റ്റേഷൻ ഇല്ല, അതുകൊണ്ടാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത്ര പെർസെന്റേജ് ഫോറസ്റ്റ് അൺഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഫോറസ്റ്റ് ആക്കണമെന്ന് നിയമം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ വനത്തിന്റെ വിസ്തൃതിക്കോ അല്ലെങ്കിൽ എത്രയ്ക്കോ പ്രായോഗികമാണോ? അതെ അതൊരു ഈ പറഞ്ഞ ഒരു കടലാസ് എഴുതുന്നതാണോ? അതല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയോടുകൂടി വനം വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതൊരു ഈ പേപ്പർ മാത്രം
രസമുള്ള ചോദ്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ കാടെന്ന് പറയുമ്പോൾ കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3-4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് കാട്. അതിൽ ഒന്ന്, അത് സമുദ്രം നിരപ്പുന്ന എത്ര ഉയരത്തിലാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൻ്റെ നിരപ്പിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൽക്കാടാണ് കിട്ടുക. 2000 മീറ്റർ ഉയരത്തിൽ പോയാൽ നിങ്ങൾക്ക് പുൽമേടാണ് കിട്ടുക. അപ്പോൾ സമുദ്രം നിരപ്പുന്ന എത്ര ഉയരത്തിലാണെന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്, ആ പ്രദേശത്ത് എത്ര തിക്നെസ്സിൽ മണ്ണുണ്ട് എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഒരേ ലെവലിലല്ല മണ്ണാണ്. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഫാക്ടർ, അവിടെ എത്ര മഴ പെയ്യുന്നു എന്നുള്ളതാണ്, എത്ര ജലം കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്ത് ഉള്ള പശ്ചിമഘട്ടത്തിൽ നല്ല തളച്ച് മരങ്ങൾ വളരുന്നത്. തൊട്ടപ്പുറത്തുള്ള ഈ മലയുടെ അപ്പുറത്തെ ചരിവിൽ തമിഴ്നാട്ടിൽ പോയാൽ അവിടെ വളരെ വരണ്ട പ്രദേശമാണെന്നും മഴയുടെ ലഭ്യതയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടർ മഴയാണ്. നാലാമത്തെ ഫാക്ടർ ഈ ഏത് ലാറ്റിറ്റ്യൂഡിലുണ്ടെന്നാണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമധ്യരേഖ ഒരു ലാറ്റിറ്റ്യൂഡാണ്. അതിന് സമാന്തരമായിട്ട് നമ്മൾ വരയ്ക്കുന്ന വരകളെല്ലാം അതിലെവിടെ നിൽക്കുന്നതാണ്. ഇങ്ങനെ 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് കാടുണ്ടാവുക എന്ന് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാട് നശിപ്പിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മരം നട്ടുപിടിപ്പിച്ചാൽ ഇതിൻ്റെ റെപ്ലിക്കേഷൻ ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ സാധ്യമായിട്ടുള്ള സ്ഥലത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക ചെയ്യണം. വനത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. നമുക്ക് മരം വെച്ച് പിടിപ്പിക്കാം, പക്ഷെ അത് വനമാകുക എന്നുള്ളത് വനം വേറൊരു സംവിധാനമാണ്. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഏരിയ എടുക്കുകയല്ല, പല ഏരിയയിലായിട്ടും അല്ല, അങ്ങനെ അതിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 10 ഹെക്ടർ സ്ഥലം കാട് വേറൊരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 30 ഹെക്ടർ നിങ്ങൾ വീണ്ടും കാടാക്കണം. പക്ഷെ കാടാക്കാൻ പറ്റില്ല. അതിന് പകരം 30 ഹെക്ടർ സ്ഥലത്ത് നിങ്ങൾ മരം നട്ട് പിടിപ്പിക്കും. ഈ മരം നട്ട് പിടിപ്പിക്കുന്നത് ചിലപ്പോൾ റോഡ് സൈഡാവും, ചിലപ്പോൾ വരണ്ട പ്രദേശമാവും, പല പല സ്ഥലങ്ങളിലാവും. അത് എക്കോളജിക്കലി പാരിസ്ഥിതികമായിട്ട് ഒരു കോമ്പൻസേഷനേ അല്ല. മരങ്ങൾ ധാരാളം നട്ടിട്ടുണ്ട് ആ നിലയ്ക്ക്. ഇതെല്ലാം അതിനകത്ത് അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാടിനെ കുറിച്ചിട്ടുള്ളൊരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട് എന്നുള്ളതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. അങ്ങോട്ടേക്ക് നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തം നിലയ്ക്ക് വളർന്നു വന്നിട്ടുള്ള അത് പുറത്തേക്ക് പലതും തരുകയും ചെയ്യും. ശുദ്ധവായു തരും, ശുദ്ധജലം തരും, ധാരാളം വിഭവങ്ങൾ തരും. മനുഷ്യന് എത്ര പരീക്ഷണശാലയിൽ തലകുത്തി മറിഞ്ഞിട്ട് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് തേനെന്ന് പറയുന്ന സാധനം, ഹണി. നമ്മൾ ലോകത്തെ ഏറ്റവും ഗംഭീര പരീക്ഷണശാലയിൽ പോലും നമുക്ക് തേനുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുണ്ടാക്കണമെങ്കിൽ ഇപ്പോഴും തേനീച്ച തന്നെ പണിയെടുക്കാനേ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും ലഭ്യമല്ലാത്ത ധാരാളം വിഭവങ്ങൾ കിട്ടുന്ന, എല്ലാം ഇങ്ങോട്ട് തരുന്ന, എന്നാൽ അങ്ങോട്ടേക്ക് ഒന്നും കൊടുക്കേണ്ടാത്ത ഒരു സ്ഥലമാണ് ഈ കാടെന്ന് പറയുന്നത്, സ്വാഭാവിക വനം എന്ന് പറയുന്ന ആവാസവ്യവസ്ഥ. ഇത് നമ്മൾ ഈ മരമൊക്കെ വെട്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തേക്ക് നട്ടുപിടിപ്പിച്ചാലോ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പലതും കൊടുക്കേണ്ടി വരും. അത് വളം കൊടുക്കേണ്ടി വരും, അവിടെ കീടങ്ങൾ വന്നാലും നിയന്ത്രിക്കാൻ പോകേണ്ടി വരും. പിന്നെ ആ തേക്ക് തോട്ടം മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു കൃഷി തുടങ്ങിയെന്ന് വയ്ക്കുക, അഗ്രികൾച്ചർ ലാൻഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വിഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. നനയ്ക്കണം, അതിന് കീടങ്ങളെ നിയന്ത്രിക്കണം, അതിന് വളം കൊടുക്കണം. ഈ റിസോഴ്സ് എല്ലാം അങ്ങോട്ട് ഇടേണ്ടി വരും. പിന്നെ അത് വെട്ടിമാറ്റി നമ്മൾ അവിടെ ഒരു ടൗൺഷിപ്പ് ആക്കിയാലോ, മനുഷ്യർ താമസിക്കുന്ന ഒരു സിറ്റിയായി മാറിയാലോ, എല്ലാം കൊടുക്കേണ്ടി വരും. അതിന് ശുദ്ധവായു മുതൽ കൊടുക്കേണ്ടി വരും. ശുദ്ധവായു കൊടുക്കണം, ശുദ്ധജലം കൊടുക്കണം. കേരളത്തിലെല്ലാ വലിയ പട്ടണങ്ങളും ജീവിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള കാട്ടിലെ വെള്ളം കൊണ്ടാണ്. ഇപ്പം തൃശ്ശൂർ സിറ്റിയിലുള്ള മുഴുവൻ മനുഷ്യർ ഉപയോഗിക്കുന്നത് ഈ പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നിന്ന് ഒഴുകി വന്നിട്ട് പീച്ചി ഡാമിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന വെള്ളം 4 വലിയ പൈപ്പിലൂടെ പമ്പ് ചെയ്ത് പോകുന്ന വെള്ളം വെച്ചിട്ടാണ് തൃശ്ശൂർ സിറ്റി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ വേറെ രീതി പറഞ്ഞാൽ, ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയാണ് കാട്, ഏറ്റവും ദരിദ്രമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയാണ് ഒരു നഗരം. ഇത് മാത്രമല്ല, നഗരം മാലിന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഒറിജിനൽ കാട്ടിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല, മാലിന്യം എന്നൊരു സാധനമേ ഇല്ല കാട്ടിൽ. അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നഗരം. പക്ഷെ നമ്മുടെ ഒരു പുതിയ ബോധം എന്താ വെച്ചാൽ, നഗരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറൊക്കെ കാണുമ്പോൾ എന്ത് ഗംഭീരമാണ്, ഇതാണ് ഗംഭീരമായിട്ടൊരു വികസനം എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ അത് ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു ഇക്കോളജിക്കലി ഏറ്റവും ദരിദ്രമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്. സാറിൻ്റെ ഈ സംഭാഷണം വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഞാൻ കേട്ടത്. എൻ്റെ ഒരു പ്രധാന കാരണം, ഞാനൊരു ശാസ്ത്ര സാഹിത്യ വിഷയത്തിലായിരുന്നു കൂടിയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന കുട്ടികളുണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ യൂണിറ്റിൽ വന്നതാണ്, ഇവിടേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ
ജിജ്ഞാസയോടുകൂടിയിട്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ട് വളരെ കണക്റ്റായിട്ടാണ് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ എനിക്ക് ഉണ്ടായ ചില സംഗതികളും കാര്യങ്ങളാണ്. കുറാഞ്ചേരി എന്നൊരു സ്ഥലത്ത് എനിക്ക് മണ്ണിടിഞ്ഞിട്ട് ഒരു ഭാഗം മാത്രം മണ്ണിടിഞ്ഞ അവിടുത്തെ ഒരു 15 കുടുംബങ്ങളോളം പോയി. അപ്പം ഇപ്പോഴും അവിടെ പോയതാണ്. ആ 2 ഭാഗത്ത് ഇപ്പോഴും മരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഒരു പോർഷൻ മാത്രം ഒലിച്ചു പോവുകയും അങ്ങനെ ഒരു സംഭവം ദുരിതമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാരണം എന്തൊരു പൈപ്പിങ്ങോ മറ്റോ എന്താണ് പറഞ്ഞത്. പൈപ്പിൽ പറഞ്ഞത് നന്നായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു സംഗതി എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ജീവിതം മത്സ്യ സമ്പത്തൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പാരായണം ചെയ്യുമെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മത്തി എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വില കൂടുതൽ ചെയ്യുന്നത്. അത് ഞാൻ തമാശയായിട്ട് ചോദിക്കുന്നില്ല. ഈ മത്തിയുടെ വിലയ്ക്ക് ഇതുപോലെ തന്നെ നിൽക്കാനാണ് അതിന് സാധ്യത. കാരണം വെച്ചാൽ ഇത് വേറെ സ്ഥലങ്ങളിലേക്ക് ഈ കാലാവസ്ഥ വരുന്നതിനനുസരിച്ച് ഇത് മാറിപ്പോകുമെന്ന് തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ സാധ്യത സംഭവം എനിക്ക് മനസ്സിലായ വേറെ സംഭവം, ഇപ്പോ കാലവർഷം അതുപോലെ വേനൽ മഴ ഇതിനെയൊക്കെ കാലഹരണപ്പെട്ട് നോക്കുകയും അത് വലിയൊരു മേഖലകളല്ലാതെ ഒരു ലാഭമായിട്ടുള്ള മേഖലകൾ വരുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ പറയണ്ടായിരുന്നു. ഇതൊന്നും തിരിച്ചു പോക്കില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയാണല്ലോ നമുക്ക് കാണുന്നത്. അതോടൊപ്പം തന്നെ ആ ട്രൈബലിനെ കുറിച്ച് പറഞ്ഞത് വളരെയധികം രസകരമായിട്ട് തോന്നി. കാരണം ഇത് ന്യൂസിലാൻഡിലെ സാർ പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ. ആ ട്രൈബലിനെ കുറിച്ച് അത് അവരുടെ ഒരു തന്മയത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ യാതൊരു വക കലപ്പുകളില്ലാത്ത ഒരു സമൂഹം. ഞാൻ വേറെ ഏതൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. ഇത് ന്യൂസിലാൻഡിലുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം തോന്നുന്നു. അവിടെയുള്ള മനുഷ്യന്മാരുടെ സമൂഹത്തിൽ അവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ, അവർക്ക് വഞ്ചന എന്താണെന്ന് അറിയില്ല, അസൂയ എന്താണെന്ന് അറിയില്ല, പിന്നെ കുനിഷ്ട് കുശുണ്ട് ഒന്നും അറിയില്ല, സൗഹൃദം മാത്രമേ അറിയൂ എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച്. അപ്പൊ എനിക്ക് തോന്നി ഈ ഭാഗങ്ങളൊക്കെ എന്റെ അയാളെ ചേർത്തിട്ടായിരിക്കാൻ തോന്നുന്നു. പിന്നെ ഗോൾഡ് മസ്റ്റ് ബി പ്രൈസ് എന്നൊരു സിനിമ വളരെ രസകരമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. അത് ഇതാണ് പ്രതിപാദിക്കുന്നത് തോന്നുന്നു. അപ്പൊ സത്യത്തില് നമുക്ക് നമ്മുടെ ഭാവി എന്ന് പറയുന്നത് കുറെയൊക്കെ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ പ്രകൃതിയായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത്. ഇത്തരം സംശയങ്ങളാണ് വന്നത്. ഓക്കെ, സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഈ കുറാഞ്ചേരി ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു റബ്ബർ തോട്ടം നമ്മൾ റബ്ബർ നടുന്നു, കുറേ നാൾ വെട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പീരീഡ് അവസാനിക്കുമല്ലോ. അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മരം വെട്ടി വിൽക്കുകയാണ് ചെയ്യും. ഇതേപോലെ ഏത് തോട്ടം നമ്മൾ വെട്ടി വിൽക്കുമ്പോഴും നമ്മൾ വെട്ടി വിൽക്കുന്നത് മണ്ണിന് മുകളിലുള്ള ഭാഗം മാത്രമാണ്. ആ വേര് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഒരു കുന്നിൻ്റെ ചരിവിലുള്ള ഒരു റബ്ബർ തോട്ടം നിൽക്കുക. അത് നമ്മൾ മരങ്ങൾ മുഴുവൻ വെട്ടി മാറ്റി ആ വേരുകൾ അതിൻ്റെ ഉള്ളിൽ അപ്പോഴും നിൽക്കണ്ടാവും. പതുക്കെ ഈ വേരുകൾ ദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവസ്ഥകളാണെന്ന് വെച്ച് നോക്കൂ, അത് ചെറുതാവും. അത് മറ്റു പല ജീവികളും കഴിച്ചിട്ടൊക്കെ അത് നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പൈപ്പുകൾ പോലെ പോക്കി ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും ഈ പൈപ്പിനകത്തോളം വെള്ളം ഒഴുകുമ്പോൾ അരിച്ചെടുക്കുന്ന പോലെ താഴേക്ക് മണൽത്തരികൾ പോകും. മലയുടെ താഴ്വാരത്ത് പോയി നോക്കിയാൽ ചില സ്ഥലത്ത് ഇങ്ങനെ മണൽ കൂട്ടിയിട്ട് ഒരു കൂമ്പാരമായിട്ട് കൂട്ടിയിട്ട പോലെ കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ മലയിൽ സോയിൽ പൈപ്പിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ നിൽക്കണം, നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മല പോലെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൽ മുഴുവൻ ഈ ദ്വാരങ്ങളായിരിക്കും, പൈപ്പ്സ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ത്രഷോളിന് മുകളിൽ മഴ പെയ്ത് ഇതെല്ലാം കൂടി ഇടിഞ്ഞങ്ങും താഴത്തേക്ക് പോകും. ഇതാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം. മറ്റൊന്ന് മത്തിൻ്റെ കാര്യം. മത്തിൻ്റെ വില അങ്ങനെ നിൽക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചേഞ്ചസിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ വരുന്ന കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള ചേഞ്ചസിൻ്റെ പ്രത്യേകത അതൊരു ലീനിയർ അല്ല എന്നുള്ളതാണ്. അതിനകത്ത് ചേഞ്ചസ് വരാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാ മാറുക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കൂടുതൽ കയോട്ടിക് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് മത്തി തിരിച്ചു വരാം. ചിലപ്പോൾ 2 വർഷം മത്തി ധാരാളമായിട്ട് കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ 1 വർഷം പിന്നെ മത്തി കിട്ടിയിട്ടില്ല എന്ന് വരാം. അങ്ങനെ മാറ്റത്തിൻ്റെ രീതി ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രഡിക്റ്റബിൾ ആവുന്നില്ല. കാലാവസ്ഥ അൺപ്രഡിക്റ്റബിളായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ മഴയുടെ കാര്യം, പ്രഡിക്റ്റബിലിറ്റി. ഇപ്പം ഉദാഹരണത്തിന് വയനാട് ജില്ലയിൽ സംഭവിച്ചൊരു കാര്യം, അവിടുത്തെ കർഷകർ ചേർന്നിട്ട് അവരൊരു പുതിയ കലണ്ടർ ഉണ്ടാക്കി. ഒരു കാർഷിക കലണ്ടർ അവർ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലത്ത് മാറിയ കാലാവസ്ഥയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ളത് അതെല്ലാം നോക്കിയിട്ട് റീഷെഡ്യൂൾ ചെയ്തു. അതായത് പണ്ടത്തെ കാലാവസ്ഥ അനുസരിച്ച് പണ്ട് മഴ കിട്ടിയിരുന്ന രീതിയിൽ ഇനിയിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റില്ല. വാഴയൊക്കെ വളർന്ന് പൊങ്ങി വരുമ്പോഴേക്കായിരിക്കും ഭയങ്കര മഴ വന്നിട്ട് കാറ്റ് വന്നിട്ട് അതൊക്കെ ഒടിഞ്ഞു പോകുന്നു. അവരിപ്പോൾ പുതിയ കലണ്ടർ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് അത് ഓരോ വർഷവും അവർ പുതിയ കലണ്ടർ ഉണ്ടാക്കുക, അതനുസരിച്ച് റിവൈസ്. അതിനകത്ത് കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റെസ്പോണ്ടൊക്കെ ഇൻപുട്ടൊക്കെ എടുത്തുകൊണ്ട് അടുത്ത 1 വർഷത്തേക്ക് ഉള്ള കാർഷിക കലണ്ടർ ഇതാണ്. നമ്മൾ ചേന
കഴിഞ്ഞ വർഷം ഇന്ന സമയത്താണ് നട്ടെങ്കിൽ ഈ വർഷം നമ്മൾ നടേണ്ടത് ഈ സമയത്താണ് എന്ന നിലക്കുള്ള റീഷെഡ്യൂളിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന് ട്രൈബ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം, അവർക്ക് അറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും, വഞ്ചന, മോഷണം, ബേസിക്കലി അവരെ സംബന്ധിച്ചിട്ട് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു സാധനം ഇല്ലേ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്തൊരു സ്ഥലത്ത് മോഷണത്തിൻ്റെ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലല്ലേ എനിക്ക് അത് മോഷ്ടിക്കേണ്ട ഒരു ആവശ്യം വരിക. ഇത് അങ്ങനെ ഒരു സാധ്യതയില്ല. ഇത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. സമയം അനുവദിക്കുമെങ്കിൽ 1-2 കഥകൾ പറയാം. വേണം? അപ്പോൾ സാർ ഈ കാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം കേട്ടത്. പക്ഷെ നമ്മൾ സാധാരണ കാടുകളെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും ഏറ്റവും അധികം നമ്മൾ ആശങ്കയോടെ കണ്ടത് കേരളത്തിലെ കേരള ഗ്രാഫിക്കാത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന വിദ്യയാണ് മുദ്രാവാക്യ വ്യവസ്ഥിതി. പക്ഷെ ഏറ്റവും അധികം മനുഷ്യരെ ചൂഷണം ചെയ്ത ഈ വ്യവസ്ഥിതിയെ കുറിച്ച് അധികം കൂടുതൽ പറയുകയുണ്ടായി. പക്ഷെ പിന്നീട് കെ പാനൂരിനെയോ നമ്മുടെ കേരളത്തിലെ കക്ഷികൾ എഴുതിയ ഇന്ത്യയും ആരും ഓർത്തില്ല എന്നുള്ളതാണ്. പിന്നെ സാറ് പ്രത്യേകിച്ച് എല്ലാ മരങ്ങളെ കുറിച്ച് പറഞ്ഞു. സാറ് ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഇരപിടിയൻ സസ്യങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇവിടെയുള്ള മഹനീയത, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നറിയണ്ടായി. പിന്നെ ഞാൻ കാർട്ടൂണിസ്റ്റ് ആണെന്നറിയാം. നമ്മൾ കുറെ കാർട്ടൂണുകളുണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അനിൽ രാധാകൃഷ്ണൻ വരച്ചൊരു കാർട്ടൂൺ ഞാൻ ഓക്കെയാണ്. കാരണം അട്ടപ്പാടിയിൽ മധു എന്ന ആള് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വരച്ചൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. കഴുതയും പുലിയും ആനയൊക്കെ ഈ മധുവോട് പറയും, നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം അത് വേണമെങ്കിൽ നമ്മൾ സംഘടിപ്പിച്ച് തരുമായിരുന്നു എന്ന് പറയുന്ന ഒരു പൊള്ളുന്ന ചിരിയോട് നമ്മൾ ഓർക്കണമെന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഇതിനെക്കൂടെ നമ്മുടെ കാട് എന്ന ഒരു സംഭവം നമുക്കൊരിക്കലും കാർട്ടൂൺ പോലും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. ഏതായാലും താങ്കളുടെ പ്രഭാഷണം വളരെ എന്താ പറയുക രസകരമായിരുന്നു. വളരെ എന്താ പറയുക നമുക്ക് ഏറ്റവും അധികം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കില്ലായിരുന്നു. നന്ദി. താങ്ക് യു. ഞാൻ താങ്കളുടെ അവസാന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞോട്ടെ, ഒരു 5 മിനിറ്റ് കുഴപ്പമില്ല. ബാലൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ കഥയാണ്. ബാലൻ ജീവിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കരുളായിക്കടുത്ത് കാട്ടിൻ്റെ ഉള്ളിൽ മാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മഞ്ചേരി അല്ല, മാഞ്ചേരിയിലെ ചോലനായക്ക വിഭാഗത്തിലാണ് ബാലൻ വളർന്നു വന്നത്. ഈ ചോലനായക്ക വിഭാഗത്തെക്കുറിച്ചും മാഞ്ചേരിയെക്കുറിച്ചും ഒരു മുൻ കഥ കൂട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. പണ്ട് മലയാള മനോരമയുടെ ഒരു ഫോട്ടോഗ്രാഫർ റിപ്പോർട്ടറെ കൂട്ടിയിട്ട് ഈ മാഞ്ചേരി പോകുന്നുണ്ടായി. ഒരു 40-45 വർഷമായിട്ടുണ്ടാവും. അന്ന് അദ്ദേഹം അവിടെ പോയിട്ട് അവരെ കാണുകയും ഫോട്ടോഗ്രാഫർ അവരെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഒരു പരമ്പരയായിട്ട് ലേഖനം എഴുതിയിരുന്നു. ആ ലേഖന പരമ്പരയുടെ പേര് കേരളത്തിൽ ഗുഹാമനുഷ്യർ എന്നായിരുന്നു. സത്യത്തിൽ അന്ന് TV ഒന്നുമില്ല. അന്നത്തെ കാലത്ത് കേരളത്തിലെ ഒരു ഗംഭീര ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. കാരണം മനുഷ്യന് ഞെട്ടിപ്പോയി. പലവരുടെ പുസ്തകം അധികം ആരും വായിച്ചിട്ടില്ല. ഇതങ്ങനെയല്ല, ഇത് പത്രത്തിലാണ് വരുന്നത്. കേരളത്തിൽ ഗുഹാമനുഷ്യർ എല്ലാവരും ഞെട്ടിപ്പോയി. കേരളത്തിൽ ഗുഹയിൽ മനുഷ്യർ ജീവിക്കുന്നു, എന്തൊരു അപമാനമാണ് അത്. എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ചാടി എഴുന്നേറ്റ് എല്ലാവരും കൂടി വണ്ടി പിടിച്ച് നേരെ മാഞ്ചേരിയിലെത്തി. അത് ആദ്യം അവർ ചെയ്തത്, ഇവർ ഗുഹയിൽ താമസിക്കുന്നതിന് കാരണം വീടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീട് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സർക്കാർ പ്രോജക്റ്റ് വന്നത്. എന്നാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന വീടുകളുണ്ടല്ലോ, 4 ചുമരുണ്ടാവും, മുകളിൽ ഫ്ലാറ്റായിട്ടൊരു റൂഫ് ഉണ്ടാവും, തീപ്പെട്ടി പോലെയുള്ള വീടുകൾ. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ കുറച്ചും കൂടി ഒരു സ്റ്റൂപ്പിംഗ് റൂഫ് ഉണ്ടാവും, ഫ്ലാറ്റ് റൂഫുള്ള മഴ പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെയുള്ള വീടുകൾ കുറേ എണ്ണം അവർക്ക് വെച്ച് കൊടുത്തു. മാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് വെച്ച് കൊടുത്തിട്ട് ഇവരോട് വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് താമസിച്ചില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ സാധനം താഴേക്ക് വീഴാത്ത എന്താണെന്ന് ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നു. ഇവരങ്ങനെ സാധനം കണ്ടിട്ടില്ല. ഇവരെന്നാൽ ഗംഭീരമായിട്ട് പാലമൊക്കെ ഉണ്ടാക്കും. മഴക്കാലത്ത് കരിമ്പുഴയ്ക്ക് കുറുകെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവർ ചൂരിൽ കൊണ്ട് പാലുണ്ടാക്കും. ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ആടുന്ന അവർക്ക് അതിൻ്റെ ബലം അവർക്ക് അറിയാം. കാരണം അവരുണ്ടാക്കിയതാണ്, അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അതിൻ്റെ ബലത്തെക്കുറിച്ച് അവർക്ക് അറിയാം. പക്ഷേ ഈ നിൽക്കുന്ന സാധനം താഴെ വീട്ടിലെന്ന് ഇവർക്കൊരു ഉറപ്പില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ഇവർ ഹണ്ടർ ഗ്യാദറർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. അവർ കൃഷി ചെയ്യുന്ന ആളുകളല്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് കുറേ സ്ഥലത്തു നിന്നുള്ള വിഭവങ്ങൾ വേണം. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് അവർ തേനെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മരത്തിൽ അടുത്ത വർഷമേ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർക്ക് പല സ്ഥലത്തും മാറി താമസിക്കാൻ പറ്റും. മറിച്ച് നമ്മുടെ ഒരു ബോധത്തിലുള്ള പോലെ ഞാനൊരു വീട്ടിൽ താമസിക്കുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരും, ഇങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതുപോലും മനസ്സിലാക്കാതെ ഇവർക്ക് ഈ തീപ്പെട്ടി പോലെയുള്ള വീടുണ്ടാക്കി കൊടുത്തു. ആരും വന്ന് താമസിച്ചില്ല. അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടായി. അവരവിടെ വന്ന് താമസിക്കാത്ത അവിടെ ആനയുള്ളതുകൊണ്ടാണ്.
ഉടനെ അടുത്ത പ്രോജക്റ്റ് തുടങ്ങി. ഈ വീടുകളെല്ലാം നിൽക്കുന്നതിന് ചുറ്റും ട്രെഞ്ച് ഉണ്ടാക്കി, ആന കടക്കാതിരിക്കും. ഈ ട്രെഞ്ച് ഉണ്ടാക്കിയ സമയത്ത് കോൺട്രാക്ടർമാർക്ക് അത് ഭയങ്കര രസമായി. കാരണം എല്ലാ വർഷവും ഈ ട്രെഞ്ച് ഇടിയും. അപ്പം അങ്ങനെ എല്ലാ വർഷവും പണിയെടുക്കും. കാട്ടിൽ നിന്ന് കല്ലെടുക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇവരെന്ത് ചോദിച്ചാൽ 1-2 ലോഡ് കല്ല് നാട്ടിൽ നിന്ന് കൊണ്ടുപോകും, ബാക്കിയൊക്കെ കാട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കും. ഈ ആനക്കാട്ടിൽ പോയിട്ട് ആരും വർക്ക് സൂപ്പർവൈസ് ചെയ്യാനൊന്നും പോവില്ല. അപ്പോൾ പണിയുടെ ക്വാളിറ്റി എന്തായാലും വലിയ പ്രശ്നമില്ല. അഴിമതിക്കുള്ള വലിയ സാധ്യതയായിട്ട് അത് മാറി. എന്നിട്ടും അവിടെ ആളുകൾ വന്ന് താമസിക്കാത്തപ്പോൾ പുതിയ കണ്ടുപിടുത്തം വന്നു. അവിടെ ആളുകൾ താമസിക്കാത്ത അവർക്ക് കൃഷി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞു അവിടെ കൃഷി തുടങ്ങാൻ പറഞ്ഞു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പോയിട്ട് ഒന്നാമത് കാട്ടിനകത്ത് അവരെന്ത് കൃഷി ചെയ്യാൻ, എന്നിട്ട് അവരെന്താ ചെയ്തത് അറിയോ? അവർ കുറേ കാപ്പിച്ചെടി നട്ടു. നിങ്ങളിപ്പോൾ അവിടെ പോയാൽ കാപ്പിച്ചെടിയൊക്കെ വലിയ മരമായിട്ട് നിൽക്കുന്നതാണ്. ഈ മനുഷ്യർ കാപ്പി ഉപയോഗിക്കാറില്ല. കാപ്പി എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളൊരു ധാരണ അവർക്കില്ല. അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല. അപ്പം ഇങ്ങനെയുള്ള പല പ്രോജക്റ്റുകളും ചെയ്ത് ഒരു സ്ഥലമാണ് മാഞ്ചേരി. അവിടെയുള്ള പയ്യനായിരുന്നു ബാലൻ. ആദിവാസി സാക്ഷരതാ പരിപാടി വന്ന സമയത്ത് അവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങി. അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയ വീടിൻ്റെ മുകളിൽ ഒരു കുടിലുണ്ടാക്കിയിട്ട് കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ താമസിപ്പിച്ചു. കുട്ടികൾക്ക് വരാനുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാളുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ആദ്യത്തെ ബാച്ചിൽ വന്ന ഒരാളാണ് ബാലൻ. ബാലൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബാലൻ ഇവർ പറഞ്ഞു കൊടുക്കുന്ന സാധനം കെട്ടക്കടകാന്ന് പറഞ്ഞ് പഠിച്ചു. അവർ പെട്ടെന്ന് പഠിക്കുന്നൊരു പയ്യനായതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ബാലൻ പറഞ്ഞാൽ അവിടുന്ന് കുക്കി നേരെ പുറത്ത് കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ താമസിപ്പിച്ച് സ്കൂളിൽ ചേർത്തു. അങ്ങനെ ചോലനായക വിഭാഗത്തിൽ നിന്ന്, ചോലനായക വിഭാഗം എന്ന് വെച്ചാൽ തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാവുന്ന ഇത് ബാലനാണ്. ഇതിലെ വാർത്തയൊക്കെ വന്നിരുന്നു. ബാലൻ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം പുള്ളിനെ അവിടെ നിന്ന് വയനാട് കൊണ്ടുപോയി അവിടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ടാണ് പുള്ളി പ്രീ ഡിഗ്രി പാസ്സാവുന്നത്. പ്രീ ഡിഗ്രി ആദ്യമായിട്ട് പാസ്സാവുന്ന ആളാണ് ബാലൻ. അതിനുശേഷം പുള്ളി കോഴിക്കോട് ദേവഗിരി കോളേജിൽ ചേർത്തു. ദേവഗിരി കോളേജിൽ നിന്ന് പക്ഷേ പുള്ളി ഒറ്റ ദിവസം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കാരണം ബാക്കി സ്ഥലത്തൊക്കെ പുള്ളിയുടെ ഒപ്പമുള്ള അതേപോലെയുള്ള കുട്ടികളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകാൻ പറ്റും. ദേവഗിരി കോളേജ് എത്തിയോടുകൂടി ആ ഒരു ലോകം പുള്ളിക്ക് നിൽക്കാൻ പറ്റാതെ പുള്ളി തിരിച്ച് പുള്ളിയുടെ ഊരിലേക്ക് മാഞ്ചേരിയിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ബാലനോട് ഭയങ്കര സ്നേഹമുള്ള പലരുണ്ടായിരുന്നു. ബാലനെ പഠിപ്പിച്ച അധ്യാപകർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥർ, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ബാലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതാനായിട്ട് ബാലിനെ കൊണ്ടുപോയി പരീക്ഷ എഴുതുകയും ചെയ്യും. കാരണം ST വിഭാഗമാണ്, വലിയ തോതിൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ജോലി കിട്ടാൻ വലിയ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട് ബാലിനെ കൂട്ടിക്കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കും. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡ് എന്നുള്ള ജോലിക്ക് വേണ്ട പരീക്ഷ ബാലൻ പാസ്സാവുകയും ബാലൻ ഗാർഡായിട്ട് ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രീതി ജോലി കിട്ടിയാൽ നേരെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അവരുടെ ട്രെയിനിങ് പിന്നെയാണ് നടക്കുക. പിന്നെ ട്രെയിനിങ് ഷെഡ്യൂളൊക്കെ അനുസരിച്ചിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റിലെ പോലെ ജോലിക്ക് കയറുന്നതിന് മുന്നേ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് മാറ്റി തോന്നും. അപ്പോൾ അങ്ങനെ ബാലൻ അവിടെ നാട്ടിൽ തന്നെ നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുള റേഞ്ചിന് കീഴിൽ ചെറുപുഴ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൽ ബാലനെ പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ബാലനെ കണ്ടിട്ടുണ്ട്, പക്ഷെ വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ബാലനെ ലാസ്റ്റ് കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ, എൻ്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ്, പഠിപ്പിക്കുകയായിരുന്നു കോളേജിൽ. അപ്പോൾ വൈഫിൻ്റെ കോളേജിൽ കുട്ടികളെല്ലാവരും ടൂറായിട്ട് നിലമ്പൂർ വന്നപ്പോൾ കാട് കാണാൻ പോയപ്പോൾ ഞാനും ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ചെറുപുഴ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തി. അപ്പോൾ അവിടെ ഒരു സെയിൽസ് കൗണ്ടറുണ്ട്. അവിടെ കാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ, തേൻ, അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് അതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തി കുട്ടികളെ ഇറങ്ങി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ബാലനാണ് ഇതിൻ്റെ റെസീറ്റ് എഴുതുന്നത്. നോക്കുമ്പോൾ നഗരത്തിൽ നിന്ന് വന്ന പെൺകുട്ടികളാണല്ലോ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഈ മേശാൻ്റെ ചുറ്റും നിൽക്കുന്നു. ബാലന് ഭയങ്കര ചമ്മലായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് റെസീറ്റ് എഴുതുന്നൊരു ബാലനാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പത്രത്തിലൊരു വാർത്ത, ബാലനെ സസ്പെൻഡ് ചെയ്തു. ചെറിയൊരു കോളം വാർത്ത വന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. അപ്പോൾ ആനക്കൊമ്പ് മോഷ്ടിച്ച കേസിൽ ബാലനെ സസ്പെൻഡ് ചെയ്തു. ആനക്കൊമ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കായി. ഞാൻ ഉടനെ വണ്ടി എടുത്ത് പുറപ്പെട്ടത് എന്താ സംഭവം അന്വേഷിക്കാൻ പോയി. നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന വേറെ 3 പേരുണ്ട്. 2 വനിതാ ഗാർഡുമാരുണ്ട്, പിന്നെ ഒരു ഡെപ്യൂട്ടി റേഞ്ചറുണ്ട്. അപ്പോൾ വനിതാ ഗാർഡുമാരൊക്കെ പ്രത്യേകത അവർ ജോലി കിട്ടുന്ന സമയത്തൊക്കെ പത്രത്തിൽ വലിയ വാർത്ത വരും, കാട് കാക്കാൻ ധീര വനിതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയൊക്കെ വരും. പക്ഷേ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോകും, നിൽക്കാൻ പറ്റാതായിട്ട്. ഒപ്പമുള്ള ആൾക്ക് ബൈക്കുണ്ട്, പുള്ളി വീട്ടിൽ പോകും. ബാലന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. കാരണം വീട്ടിൽ പോകണമെങ്കിൽ 26 കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതുകൊണ്ട് ബാലൻ ഫുൾ ടൈം അവിടെയാണ്. ബാലൻ പല പ്രാവശ്യം ലീവ് വേണം, എനിക്കൊണ്ട് വയ്യ എന്ന് പറയുമ്പോൾ ഒപ്പമുള്ള ആളുകളുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ
ഈ ആദിവാസിക്ക് ജോലി കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം, ഇനി അവൻ്റെ ലീവും വേണം എന്നുള്ള മട്ടിലാണ് അവരോട് കൊടുക്കില്ല, കേട്ടതായിട്ട് പോലും ഭാവിക്കില്ല. ബാലൻ്റെ ഒരു രസമുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള ബുദ്ധിക്കകത്ത് പുള്ളി അവിടെ ഒരു ആന ചരിഞ്ഞ കൊമ്പ് അവിടെ വെച്ചിട്ടില്ലായിരുന്നു. ബാലൻ എന്ത് ചെയ്തു, ഒരു ദിവസം രാത്രി ഈ 2 കൊമ്പ് എടുത്ത് തൊട്ട് പുറകിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ട് വെച്ചു. പിറ്റേ ദിവസം ആൾ വന്നപ്പോൾ കൊമ്പ് കാണല്ലോ, ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കറിയോ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, പകൽ മുഴുവൻ നിങ്ങളൊപ്പം കാട്ടിൽ വരണം, രാത്രി ഞാൻ അവിടെ ഉറക്കളച്ചിരിക്കണം, എന്നെ കൊണ്ട് വരില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് ബാലൻ പറഞ്ഞു. പോയത് ആനക്കൊമ്പല്ലേ. അപ്പം തന്നെ വിവരം അറിയിച്ചു. റേഞ്ച് ഓഫീസർ ഓടി വന്നു. അപ്പോൾ റേഞ്ച് ഓഫീസർക്ക് ബാലനോട് പ്രത്യേക സ്നേഹമുണ്ട്. റേഞ്ച് ഓഫീസർ ബാലനെ വിളിച്ച് ഒറ്റയ്ക്ക് മാറ്റി എടുത്തെന്ന് ചോദിച്ചു, എന്താ ബാല സംഭവിച്ചത്? ബാലനുള്ള സത്യം പറഞ്ഞു, സാറേ കൊമ്പ് എവിടെയും പോയിട്ടില്ല, കൊമ്പ് ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് ലീവ് പോലും തരല്ല, എന്നെ കൊണ്ട് പറ്റൂല, മടുത്തു ഞാൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അങ്ങനെ കൊമ്പ് അവിടെ നിന്ന് എടുത്തു വെച്ചു. പക്ഷെ അപ്പോഴേക്കും ഒപ്പം ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലായി ഇവനും ഇതേപോലെ പോയാലും ശരിയാവില്ല, അവൻ നാളെ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ഞങ്ങളും കൊടുക്കും. അവരെന്ത് ചെയ്തു, അവർ നേരെ വാർത്ത പത്രക്കാർക്ക് കൊടുത്തു. ചെറുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആനക്കൊമ്പ് മോഷണം പോയി എന്ന് പത്രത്തിൽ വാർത്ത വന്നു. വാർത്ത വന്നതോടുകൂടി പിന്നെ കോൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. റേഞ്ച് ഓഫീസർക്ക് ഒരു രക്ഷയില്ലായിരുന്നു, ബാലിനെ സസ്പെൻഡ് ചെയ്തേ പറ്റുമായിരുന്നു. സസ്പെൻഡ് ചെയ്തു. അന്ന് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ബാലൻ തന്നെ പേരിൽ. അതിൽ പറഞ്ഞൊരു കാര്യം, ഈ ബാലൻ ജനിച്ച സമൂഹത്തിൽ ഒരു കള്ളൻ ഉണ്ടാവാൻ പറ്റൂല. കാരണം അവിടെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ സാധനമില്ല. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കാട്ടിൽ പോവുകയും കിട്ടുന്ന ഉപ്പങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ സാധനമില്ല, അവിടെ കള്ളനില്ല. അപ്പം നമ്മളെന്താ ചെയ്ത്, നമ്മൾ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടീനെ എടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത് ജോലി വാങ്ങിച്ചു കൊടുത്ത് അവസാനം അവരെ കള്ളനെന്ന് വിളിച്ചിട്ട് പുറത്തിറക്കി വിടുന്ന പണിയാണ് നമ്മൾ ചെയ്തത്. ആ ലേഖനം ഞാൻ അവസാനിപ്പിച്ചെങ്ങനെയായിരുന്നു. പക്ഷെ ബാലൻ തിരിച്ച് കാട്ടിലേക്ക് പോയി, മീൻ തിരിച്ച് വെള്ളത്തിലേക്ക് പോകുന്ന പോലെ എന്നാണ് എഴുതി. ബാലൻ ഇത് ബാധിച്ചിട്ടേ, ബാലൻ വളരെ കൂളായിട്ട് രക്ഷപ്പെടും, സമാധാനമായി എന്നുള്ള നിലയ്ക്ക് ബാലൻ കാട്ടിലേക്ക് പോയി ചെയ്തു. ഇതാണ് നമ്മൾ അവരായിട്ട് ഡീൽ ചെയ്യുന്ന സംഭവം. മധുവിൻ്റെ കേസ് സാറ് പറഞ്ഞല്ലോ, മധുവിൻ്റെ കേസ് സത്യത്തിൽ 3ാമത്തെ കേസാണ്. 1ാമത് ഇതേപോലെ തന്നെ ഒരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായി. 2ാമത് അത് സിനിമയുണ്ടായി ആ സംഭവത്തെ ബേസ് ചെയ്തിട്ട്. 3ാമത് ആണ് മധുവിൻ്റെ സംഭവം ഉണ്ടാകുന്നത്. ആ കഥ നിങ്ങൾക്ക് അറിയോ? 3 കഥകൾ പറയണോ? ബാലാജി എന്നാണ് സംവിധായകൻ്റെ പേര്, തമിഴ് സംവിധായകനാണ്. സിനിമ, അദ്ദേഹത്തിൻ്റെ സിനിമയുണ്ട് കാതൽ എന്നാണ് ആ സിനിമയുടെ പേര്, കാതൽ. ആ സിനിമയുടെ കഥ ബാലാജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ബാലാജി കഥ കേൾക്കുന്നത്. അതാണ് പിന്നെ പുള്ളി സിനിമയാക്കുന്നത്. ആ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിലെ കഥ എങ്ങനെയാണ്, ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ആ വർക്ക്ഷോപ്പിന് മുന്നിലൂടെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടി. അതെ. അപ്പോൾ ഈ കുട്ടി ഒക്കെ ഈ പയ്യനോട് സ്നേഹം. ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ഒരു തമിഴ് നടനാണ്, ഭരത്. ഭരത് എന്ന് പറയുന്ന നടനാണ് അതിനകത്ത് അഭിനയിച്ചത്. അപ്പോൾ ഭരത് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്, വർക്ക്ഷോപ്പ് 2 വീലർ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. പെൺകുട്ടി നല്ല പൈസയുള്ള വീട്ടിലൊരു പെൺകുട്ടിയാണ്, അച്ഛൻ പൊളിറ്റീഷ്യനാണ്. ഈ കുട്ടിക്ക് പക്ഷേ ഇവനോട് ഭയങ്കര സ്നേഹം. ആ സ്നേഹം ഒരു ഘട്ടത്തിൽ ഇവർ നേരിട്ട് തുറന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, നമ്മൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല, കാരണം നീ എത്രയോ ഉയരത്തിലാണ് ഉള്ളത്. പക്ഷേ പെൺകുട്ടി വിടാതെ പിടികൂടുകയാണ്. അങ്ങനെ ഭയങ്കര സ്നേഹമാവുന്നു. ഇവർ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തും എന്നുള്ളൊരു ഉറപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, ആകെയുള്ള വഴി ഒളിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ഇവനാണെങ്കിൽ ഒന്നും അറിയില്ല ലോകത്തെക്കുറിച്ച്. ഇവൻ ആകെ അറിയുന്നു ഇവൻ്റെ ചില കൂട്ടുകാർ ചെന്നൈയിലുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ചെന്നൈയിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടത് മാത്രമേ അറിയുള്ളൂ, വേറെ ഒരു ലോകപരിചയമില്ല. ഇവരെന്നിട്ട് 2 ആളും കൂടി ഒളിച്ചോടുകയാണ്, ചെന്നൈയിലെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഇവൻ്റെ ഒപ്പമുള്ള കൂട്ടുകാർ അവർ തന്നെ പറഞ്ഞ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. ആൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ സ്പേസിനകത്ത്. പക്ഷേ ഇവർക്കുള്ള സ്പേസൊക്കെ അവരുണ്ടാക്കി കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവർ താഴെ പോയിട്ട് കോവിലിൻ്റെ മുന്നിൽ എന്നിട്ട് ഒരു മഞ്ഞ ചരട് ഇവരുടെ കഴുത്തിൽ കെട്ടിയിട്ട് വിവാഹിതരാവുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ പവർഫുൾ ആയതുകൊണ്ട് ഇവർ സെർച്ച് ചെയ്യുന്നു, അന്വേഷിക്കുന്നു, ഇവർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവർ വന്നിട്ട് ഇവരെ കണ്ടിട്ട് പറയും, നിങ്ങളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങളോട് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ കല്യാണം നടത്തി തരില്ലേ, എന്തിനെങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് തിരിച്ച് 2-3 കാറുകളിലായിട്ട്. കാറ് പക്ഷേ നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വഴി തിരിഞ്ഞിട്ട് കാറ് ഒരു വീട്ടിലേക്കല്ല വരുന്നത്, മറിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. ഫാം ഹൗസിൽ എത്തുന്നതോട് കൂടിയിട്ട് ഇവരെല്ലാവരുടെയും സ്വഭാവം മാറുകയാണ്. ഈ പയ്യനെ മർദ്ദിക്കുകയാണ്, അടിക്കുകയാണ്.
അടിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിലുള്ള മഞ്ഞച്ചരട് പൊട്ടിച്ചറിയാൻ പറയുന്നുണ്ട്. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിക്കുന്നത് മുഴുവൻ. ഒരു ഘട്ടത്തിയിട്ട് അവനെ കൊന്നുകളയെന്ന് പേടിയാവുമ്പോൾ ഈ പെൺകുട്ടി ആ ചരട് പൊട്ടിച്ചിട്ട് ഇവനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനെ കൈകൊണ്ട് അത് പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന സമയത്ത് ഇവൻ്റെ തല ചലിച്ചിട്ട് അവിടെയുള്ള സർവേക്കലിലേക്ക് ഒറ്റ അടി അടിക്കുക. അവിടെ വെച്ചിട്ട് ആ സീക്വൻസ് അവസാനിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഒരു നഗരത്തിലെ ഒരു ട്രാഫിക് ഐലൻഡിൽ ചുവപ്പ് ലൈറ്റ് കത്തുന്ന ഒരു സ്കൂട്ടർ അവിടെ നിർത്തി വെച്ചു. പല വണ്ടികളുടെ കൂട്ടത്തിൽ സ്കൂട്ടർ നിൽക്കുന്നു, ഒരാൾ ഓടിക്കുന്നു, ബാക്കിൽ സ്ത്രീ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുന്ന സ്ത്രീ പതുക്കെ ഊരുന്ന റോഡിലേക്ക് വീഴുകയാണ്, ബോധം കെട്ട് വീഴുകയാണ്. അവരെടുത്ത് അപ്പം തന്നെ ആസ്പത്രിയിൽ എത്തിക്കുന്നു. അവർക്ക് ബോധം വരുമ്പോൾ അവർ ചോദിക്കുക എവിടെ 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 ചോദിക്കുക, ആരെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഇവൾ പറയുന്നത് ഇവള് ബോധം കിടാൻ കാരണം എന്താ വെച്ചാൽ ഇവളാ സ്കൂട്ടറിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരാൾ തലമുടിയൊക്കെ പാറി പറഞ്ഞൊരു ഭ്രാന്തൻ്റെ രൂപത്തിൽ കീറിപ്പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ചിട്ടൊക്കെ കുറേ നാളായി കൊടുക്കുന്നത് റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ ഒരാളെ കാണുകയും പക്ഷെ അവൻ്റെ കയ്യിൽ വിടാതെ മുറുക്കിയിട്ട് ഒരു മഞ്ഞ ചരട് കാണുകയും ചെയ്യാം. അത് കണ്ടിട്ടാണ് ഇവൾ ബോധം കെട്ട് വീഴുന്നത്. എന്നിട്ട് ഇവർ പോയിട്ട് ഇയാളിനെ അന്വേഷിക്കുകയാണ്, ഇവരെ കണ്ടുപിടിക്കുകയാണ്. അവന് ഒരു കാര്യം ഓർമ്മയില്ല, പാസ്റ്റ് കംപ്ലീറ്റ് മറന്നുപോയി കഴിഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവും ആ സ്ത്രീയും ചേർന്നിട്ട് ഇവനെ ശുശ്രൂഷിക്കുകയാണ്. അവന് ഒരു കാര്യം ഓർമ്മയില്ല, പക്ഷേ അവനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരുടെ ഒപ്പം താമസിപ്പിക്കുകയാണ്. ഈ കഥയാണ് ബാലാജിയോട് ട്രെയിനിലിരുന്നിട്ട് ഒരാൾ പറഞ്ഞു. ഈ കഥ പറയുന്ന ആൾ ആ സ്ത്രീയുടെ ഭർത്താവാണ് ഈ കഥ പറയുന്നത്. ഈ കഥയാണ് ബാലാജി കാതൽ എന്ന് പറയുന്ന സിനിമയാക്കുന്നത്. മൂന്നാമത് സംഭവിക്കുന്നത് മധുവിൻ്റെ ജീവിതത്തിലാണ്. മധു വിചാരിച്ചത് ഞാൻ ഈ ലോകത്തുള്ള മനുഷ്യപ്പെട്ട മനുഷ്യനാണെന്നാണ് മധു തെറ്റിദ്ധരിച്ചത്. ഒരു ആദിവാസി ആണെന്നുള്ള മോശപ്പെട്ട ഒരാളാണെന്ന് ധരിക്കാതെ പോളിടെക്നിക്കിൽ പഠിക്കാൻ പോയ സമയത്ത് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണ്, ഗുഹ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അന്ന് കിട്ടിയതാണ് അടി. അന്നാണ് മധു പേടിച്ച് പോയത്. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കും എന്നുള്ള പേടി മനസ്സിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് മനുഷ്യനെ ഒളിച്ച് കാട്ടിൽ പോയി താമസിച്ചത്, കാട്ടിനകത്ത് ഒളിച്ച് ജീവിച്ചത്. വിശപ്പ് തീരെ സഹിക്കാതെ വരുമ്പോൾ മാത്രം പുറത്തിറങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഭക്ഷണം മോഷിച്ചെന്നുള്ള കഥ ഉണ്ടാകും. നമ്മൾ തല്ലി കൊല്ലുക ചെയ്യും. മനസ്സിലാക്കണം, അന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞത് അവിടെ പോയിട്ട് സത്യത്തിൽ പറയേണ്ടിയിരുന്നത് മേലാൽ ഒരു ആദിമനിവാസിയുടെ ദേഹത്ത് കൈവയ്ക്കരുതെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് പോലും നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുകൾ അവിടെ പോയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ആദിവാസികൾക്ക് അവിടെ ഒരു പുതിയ മാനസികാരോഗ്യ കേന്ദ്രം പണിയും എന്നാണ്. ഇതാണ് മധുവിൻ്റെ കഥ. അത്ര ഭീകരമാണ്. ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തെ നിർവചിക്കുന്നതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ബോധത്തെ, ചിന്തയെ, നിലപാടിനെ മാറ്റാനായിട്ട് ശേഷിയുള്ളതാണ് നിങ്ങളുടെ ബ്രഷും ആ പേനയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനം. അതിന് ആദ്യത്തെ പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 മണിക്കൂറിൻ്റെ കാഷ്വാലിറ്റി 30 ലക്ഷമായിരിക്കും. ഹൈക്കോടതി ബിൽഡിങ്ങിൻ്റെ 4ാം നില വരെയായിരിക്കും വാട്ടർ റൈസ് ചെയ്യുന്നത്. ഇത്രയും ജീവജാലങ്ങൾ നശിക്കും. അപ്പോൾ പണ്ട് MP പറഞ്ഞ പോലെ മരണം എന്നത് മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ് നമ്മുടെ എല്ലാവരും ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആയിട്ട് ഗവൺമെൻറ്റുകൾ ഇത്രയും വലിയൊരു ആൾക്കാർ മഹാദുരന്തത്തോട് ലാഘവത്തോട് കാണിക്കണമെന്ന് തോന്നണമെന്ന്? ഇതെന്താണ് നമ്മൾ അവരെ പ്ലേ ചെയ്യുകയാണ്, വഴിക്ക് വഴിയായിട്ട് ഭരണകൂടങ്ങൾ പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം പ്ലേ മറ്റ് എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ? അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ലോകത്ത് മറ്റ് പല സ്ഥലങ്ങളിലും ഡാംസ് ഡീകമ്മീഷൻ ചെയ്യാം. ഒരു ഡാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മളൊരു വീട് പണിയുന്ന പോലെ, നമ്മളൊരു കെട്ടിടം പണിയുന്ന പോലത്തെ ഒരു കൺസ്ട്രക്ഷനാണ് ഒരു ഡാം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മളൊരു വീട് പണിതാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു വീടിൻ്റെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 25-30 വർഷമാണ്. 25-30 വർഷം കഴിയുമ്പോഴേക്കും അത് ചോരാൻ തുടങ്ങിയിട്ടുണ്ടാവും, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും, അത് മാറ്റിയിട്ട് വേറെ പണിയാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഉണ്ട്. അമേരിക്കയിൽ ധാരാളം ഡാംസ് ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. മുല്ലപ്പെരിയാറിൻ്റെ സ്പെസിഫിക് കേസ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണിതത് മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം പോലെയല്ല, ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. മുല്ലപ്പെരിയാർ നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്.
ഇത് പക്ഷേ ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഇത് കൊണ്ടല്ല. ധാരാളം ബേസ് വളരെ വീതിയുള്ളതും മുകളിലേക്ക് ടേപ്പർ ചെയ്ത് വരുന്നതായിട്ട് നല്ല വെയിറ്റ് വെച്ചിട്ട് ഒരു വലിയ ഭാരമുള്ളൊരു വസ്തു എടുത്ത് വെച്ച പോലെയാണ് മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് അന്നത്തെ കാലത്തെ മെറ്റീരിയൽസാണ്. സുർക്കി ഉപയോഗിച്ചിട്ട് പണിതിട്ടുള്ള ഡാമാണ്. സത്യത്തിൽ സുർക്കി ഉപയോഗിച്ചിട്ടുള്ള ഡാം ഇത്ര കാലം നിൽക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. പക്ഷെ വ്യത്യാസം ഉണ്ടായിരുന്നത് വെച്ചാൽ ഇതിൻ്റെ പരിപാലനം തമിഴ്നാടിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട് ഇതിനെ അതിഭീകരമായിട്ടുള്ള തരത്തിൽ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഡാമിൻ്റെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് ഡ്രില്ല് ചെയ്ത് നല്ല വലുപ്പമുള്ള കമ്പികൾ താഴേക്ക് ഇറക്കി അതിങ്ങനെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കമ്പികൾ ഇറക്കുകയും അതിനകത്തൂടെ ധാരാളമായിട്ട് കോൺക്രീറ്റ് ഉള്ളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തമിഴ്നാടിൻ്റെ ധൈര്യം. സത്യത്തിൽ ഇത് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാർ ഭയങ്കര ഭീകരമായിട്ട് ചർച്ച ചെയ്തിരുന്നൊരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു. ആ സമയത്ത് ജയലളിതയാണ് അപ്പുറത്ത് മുഖ്യമന്ത്രി. ജയലളിതയുടെ ഒരൊറ്റ വാക്കിൻ്റെ മുകളിൽ സമരങ്ങളും മൊത്തം അവസാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ജയലളിത ആ ഒറ്റ കാര്യം പറഞ്ഞില്ല. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് തമിഴ്നാട്ടിലുള്ള സ്ഥലത്തിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ പുറത്തു വിടുമെന്ന് മാത്രമേ ജയലളിത പറഞ്ഞിട്ടുള്ളൂ. ആ സമരം അപ്പം അവസാനിച്ചു. സംഭവം വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ തമിഴ്നാടിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ഇത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള വലിയൊരു പീരീഡ് കൊടുക്കേണ്ടത്. ഇതാണ് തമിഴ്നാടിൻ്റെ ധൈര്യം. അതുകൊണ്ട് അവർക്ക് ഉറപ്പാണ് ഇത് പൊട്ടൂല. കാരണം അത്രമാത്രം അവർ അതിനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. കേരളം പുതിയ ഡാം പണിയണമെന്ന് പറയുന്നതിൻ്റെ കാരണം വ്യത്യസ്തമാണ്. അത് ഡാമിൻ്റെ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടല്ല, മറിച്ച് അന്നത്തെ കരാർ അനുസരിച്ചിട്ട് ആണിപ്പോഴും അത് പരിപാലിച്ച് പോകുന്നത്. പുതിയൊരു ഡാം വന്നാലും നമുക്കൊരു പുതിയ കരാർ എഴുതാൻ പറ്റും. ആ സമയത്ത് അതിൻ്റെ വെള്ളം കേരളത്തിനും കൂടി ഉപയോഗിക്കാവുന്ന ഒരു ക്ലോസ് അതിനകത്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. ഇതാണ് കാരണം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അനിവാര്യതയല്ലേ? അതിന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിച്ചത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു കാര്യം, വ്യാവസായിക വിപ്ലവം തുടങ്ങിയ സമയം മുതൽ അന്നുണ്ടായിരുന്ന താപനിലയേക്കാളും മാക്സിമം ഒരു 1.5 ഡിഗ്രി കൂടാനേ പാടുള്ളൂ. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിർത്താനാണ് എല്ലാവരും കൂടി ചേർന്ന് ശ്രമിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പാരീസ് ഒരുമിച്ച് ചേർന്നപ്പോൾ പറഞ്ഞു 1.5 നിർത്തൽ ബുദ്ധിമുട്ടാണ്, ഒരു 2 വരെയെങ്കിലും പോവും, പക്ഷേ എങ്കിലും 2-ൽ താഴെ നിർത്തണം. കാരണം 2-ന് മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിവിട്ട അവസ്ഥയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ച പോലെ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചായ ഉണ്ടാക്കാനോ കാപ്പി ഉണ്ടാക്കാനോ വെള്ളത്തിൽ വെച്ചിട്ട് ചൂടാക്കി വയ്ക്കും. ആദ്യത്തെ കുറേ സമയം നിങ്ങൾക്ക് അതിനകത്തുള്ള ഓരോ തന്മാത്രയുടെയും മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം താഴേന്ന് ചൂട് വരുന്നു, ചൂട് കിട്ടുന്ന തന്മാത്രകൾ മുകളിലേക്ക് പോകുന്നു, മുകളിലുള്ള തന്മാത്രകൾ താഴേക്ക് വരുന്നു. ഈ കണ്ടക്ഷൻ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം റോൾ ചെയ്യാൻ തുടങ്ങുന്നത് കാണാൻ പറ്റും. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു തന്മാത്രയുടെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അബ്സല്യൂട്ട്ലി കയോട്ടിക്കായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ 2-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ സംഭവം കയോട്ടിക് ആവും, നമുക്ക് ഒരു പിടിയും ഉണ്ടാവില്ല എന്നുള്ള പേടിയോടെ അതിനകത്ത് നിർത്താനാണ് ശ്രമം. അപ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളും ശ്രമിക്കുന്നത് അവരെ കാർബൺ എമിഷൻ, അന്തരീക്ഷത്തിലേക്ക് അവരയക്കുന്ന കാർബണെ എത്രയും പെട്ടെന്ന് പീക്ക് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. പീക്ക് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന കാർബൺ ഏറ്റവും പെട്ടെന്ന് പീക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി താഴേക്ക് പോകാനേ പാടുള്ളൂ, ഇനി മേലേക്ക് പോകരുത്. അതിനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. അത് വികസിത രാജ്യങ്ങളാണ്. അമേരിക്കയിലുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം ഒരിത്തിരി പോലും താഴെ പോകാൻ അവർ സമ്മതിക്കുന്നു. മാത്രമല്ല എണ്ണ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, അവരുടെ എക്കോണമിയിൽ നിൽക്കുന്നത് എണ്ണയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എണ്ണ കുറയ്ക്കാനുള്ള ഒരു പരിപാടി അവർക്ക്. അപ്പോൾ ആ തരത്തിലുള്ള ഒത്തിരി പ്രശ്നങ്ങളിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ചില രാജ്യങ്ങളൊക്കെ പീക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് തുടങ്ങുന്നത് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ആദ്യം പണ്ടൊക്കെ നമുക്ക് ഊർജ്ജം എന്ന് പറയുന്നത് കിട്ടാനായിട്ടുള്ള ഏക വഴി നമ്മുടെ മസിലാണ്. നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടുമൃഗങ്ങളുടെ ആരോഗ്യം. ഇപ്പം കാളയായാലും കുതിരയായാലും കഴുതയായാലും ആനയായാലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നുള്ളൊരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ വിറകായിരുന്നു. വിറകാണ് നമ്മൾ പ്രധാനമായിട്ട് ഊർജ്ജമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ സമയത്താണ് നമ്മൾ കൽക്കരി കണ്ടുപിടിക്കുന്നത്. കൽക്കരിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കൽക്കരിക്ക് വിറകിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ ഊർജ്ജം തരാൻ പറ്റും. അപ്പോൾ കൽക്കരി കത്തിക്കാൻ തുടങ്ങി. കൽക്കരി കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ മെഷീൻ ഉപയോഗിച്ചത് എഞ്ചിൻ ഓടിക്കാനൊന്നും അല്ല, മറിച്ച് കൽക്കരി ഖനിയിൽ ഉള്ള വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്.
കാരണം വീണ്ടും കൽക്കരി കുഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കൽക്കരി കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന വാതകങ്ങൾ മുകളിലേക്ക് പോകുന്നു. ഭൂമിയെ പൊതിയുന്ന ഒരു ചെറിയൊരു ആവരണമുണ്ട്, ഹരിതഗൃഹവാതകങ്ങളുടെ ഒരു കവറിങ് ഉണ്ട്. ആ ഒരു പതിപ്പിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, അതിൻ്റെ ധർമ്മം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ അത് അകത്തേക്ക് കടത്തിവിടും. പക്ഷേ ഭൂമി തട്ടി പ്രതിഫലിക്കുന്ന ചൂടിനെ അത് തടഞ്ഞു നിർത്തി വീണ്ടും ഭൂമിയിലേക്ക് അയക്കും. ഇതാണ് അത് ചെയ്യുക. അപ്പം നമ്മൾ കൽക്കരി കത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വാതകങ്ങൾ പോയിട്ട് ഈ ഹരിതഗൃഹവാതകങ്ങളുടെ പതിപ്പിൻ്റെ കട്ടി പതുക്കെ കൂടിക്കൂടി വരും. ഇപ്പം നമ്മൾ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഒരു പുതപ്പ് പോയിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമായിരിക്കും. അതിന് പകരം 2 പുതപ്പായാലോ, ഇനി 3 പുതപ്പായാൽ എന്താ സംഭവിക്കുക? പുറത്ത് തണുപ്പാണെങ്കിൽ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങും. ഇതാണ് ഭൂമിയുടെ അവസ്ഥ. ഈ തിക്നെസ് ഭയങ്കരമായിട്ട് കൂടി, ഒരു ഇത്തിരി പോലും ചൂട് ഭൂമിയിൽ നിന്ന് പുറത്ത് പോകില്ല, അത് അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 2 രീതിയിലാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ അന്തരീക്ഷത്തേക്ക് അയക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കുറയ്ക്കുക. അതല്ലെങ്കിൽ ഇപ്പം തന്നെ അന്തരീക്ഷത്തിലേക്ക് പോയ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു പിടിക്കുക. അങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുന്ന ഏക സംവിധാനം നമുക്ക് അറിയുന്നത് മരങ്ങളാണ്, പച്ചപ്പാണ്. അങ്ങനെ ധാരാളം മരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് അവരുടെ ശരീരത്തിൽ കാർബണായിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് 2 വഴികൾ. അത് മിറ്റിഗേഷൻ എന്ന് പറയും. മറ്റൊന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മാറിയ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മറിലൊക്കെ സംഭവിച്ചൊരു കാര്യം, നമ്മളൊരു വാർത്ത ഒരു ദിവസം വന്നങ്ങ് ഫ്ലാഷായി പോയൊരു വാർത്തയുണ്ട്. കേരളത്തിൽ AC കിട്ടാനില്ല, എയർ കണ്ടീഷണേഴ്സ് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ ആ തരത്തിൽ സംഭവിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചൂട് കൂടുന്നു, അത് കുറയ്ക്കാനായിട്ട് AC വെക്കുന്നു, AC വീണ്ടും ചൂട് കൂട്ടുന്നു. ഇതിങ്ങനെ ഒരു വിഷയ സർക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ചെറിയ നമ്മളെല്ലാം ആ പാർട്ടിയായിട്ട് പെടുന്നവരല്ലേ, നാം ഉൾപ്പെടെയുള്ള എല്ലാവരും. പക്ഷെ അവരെ മാത്രം ഇങ്ങനെ തരംതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പ്രവണതയാണ് സമൂഹത്തിൽ കാണുന്നത്. അതിനെ എന്താ നമുക്ക് വഴിയെന്ന് ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തായിട്ട് മാറുന്നത്? അപ്പോൾ ആദ്യ മനുഷ്യൻ ആദിവാസികളെന്നാണ് പക്ഷെ പല പേരും ബാക്കിയുള്ളവരെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ അവസാനം ഉൾപ്പെട്ടു എന്ന് പറയുന്നത്. എന്താണ് കോളനി എന്നുള്ള വാക്കുകൾ ഉൾപ്പെട്ടു പറയുന്നത്. അതിന് വേറെ പേര് ഇവരെ മാത്രം അങ്ങനെ വിളിച്ച് നിർത്തുന്ന ഒരു തോന്നുന്നത് ആദ്യ മനുഷ്യൻ, ആദിവാസി ശരിക്കും വിഷമമുള്ളൊരു സബ്ജക്റ്റാണ്. ബേസിക്കലി സമൂഹം ഫ്രാക്ചറാണ്. ഇത് ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ഒരേ മനുഷ്യരല്ല. ചില മനുഷ്യരുടെ ജീവന് ഭയങ്കര വിലയാണ്, ചില മനുഷ്യരുടെ ജീവന് വലിയ വിലയില്ല. ആ തരത്തിലുള്ള ഫ്രാക്ചറായിട്ടുള്ള അവസ്ഥയാണ്. ഈ തരത്തിലുള്ള ഹയറാർക്ക് നമുക്ക് എല്ലാ ഇപ്പോൾ ഒരു വെള്ളക്കാരൻ നമ്മൾ കാണുന്നത് നമ്മൾ ആദിവാസി കാണുന്ന പോലെ തന്നെയാണ്. നമ്മൾ അവരൊപ്പം എത്തിയിട്ടില്ല എന്നുള്ള പറ്റി തന്നെയാണ് അവർ നമ്മളെ കാണുകയും ചെയ്യുന്നത്. നമ്മളത് ആവാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരെപ്പോഴും അവർക്ക് 2-3 പ്രധാന ക്യാരക്ടേഴ്സ്. ഒന്ന്, അവർ ഭരിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ്. ദേ നെവർ ലൈക്ക് ടു ബി ഗവേൺഡ്. അപ്പോൾ ഗവേണൻസ് വരുന്ന സ്ഥലത്തു നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറിപ്പോകും. നമ്മളങ്ങനെയല്ല, നമ്മൾ എന്നെ ഭരിച്ചോ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുന്ന മനുഷ്യർ, എന്നെ ഭരിക്കി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മൾ. എന്നെ സഹായിക്കുകയും എൻ്റെ സെക്രട്ടേറിയറ്റിലൊക്കെ പോയാലും അറിയണം എത്രമാത്രം കത്തുകൾ അവിടെ വരാമെന്നറിയാം. എൻ്റെ മതിലിൻ്റെ മുകളിൽ മരക്കൊമ്പ് വീണ് പൊട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ സാധനങ്ങൾ വന്നിട്ടില്ല. കാരണം എന്നെ സഹായിക്കും, എന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെയല്ല. ഇവർ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുക ചെയ്യും. അതുകൊണ്ടൊക്കെ സംഭവിച്ചാൽ അവരെല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണ് ഭരിക്കുന്ന ഒരു സംവിധാനം വരുന്നത് അവിടെ ഇവർ പതുക്കെ ഒഴിഞ്ഞു മാറിപ്പോവും. അവർ സ്വയം ഭരിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അവരുടെ മൂപ്പനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, മൂപ്പൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ഥാനത്തിന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സംവിധാനമായിട്ട് ഏറ്റുമുട്ടിയാൽ അവർ തോറ്റുപോകും. കാരണം നിങ്ങളൊരു ദുഷ്ടനും ഒരു നല്ല മനുഷ്യൻ തമ്മിൽ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദുഷ്ടനെ ജയിക്കും, സംശയമൊന്നുമില്ല. നല്ല മനുഷ്യൻ ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് പറയുന്നതിനാണ് ഇവരുടെ അവസ്ഥ. അവർ ആ തരത്തിലുള്ള കുടിലൊന്നും കാണിക്കില്ല. ഇപ്പം നിലമ്പൂരാണ് ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്യുന്നത്. നിലമ്പൂരൊക്കെ എനിക്കറിയാം. വർഷത്തിലെ പാട്ടുത്സവം എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവം ഉണ്ടാവും. വേട്ടപ്പെരുമകൻ ക്ഷേത്രത്തിൽ ഉള്ള ഉത്സവമാണ്. ആ ഉത്സവത്തിന് സമയത്ത് കാട്ടിൽ നിന്ന് ഇവരൊക്കെ വരും. ഇവർ വന്നിട്ട് രാജാവിനെ അങ്ങോട്ടേക്ക് കാണിക്ക വെച്ചിട്ട് അവർ തിരിച്ചു പോകും. രാജാവിന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത വസ്തുക്കൾ രാജാവിന് കൊടുത്തിട്ട് തിരിച്ചു പോകാൻ. ഇവർ ജന്മത്തിൽ രാജാവിന് ഒരു സാധനം ചോദിച്ചിട്ട്
ഒരു സഹായം അവർ ചോദിച്ചിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനോട് പോലും അവർ ഒരു സഹായം ചോദിച്ചിട്ടില്ല. അവർ ദേ ആർ പീപ്പിൾ ഹു നെവർ വാണ്ട്സ് ടു ബി ഗവേൺഡ്. ഭരിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് അവർ. ഇതാണ് അവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഘടകം. അതാണ് നമ്മൾ പേരൊക്കെ മാറ്റും. ഇപ്പം കോളനിയിൽ നിന്ന് മാറ്റി പേര് മാറ്റി. പക്ഷെ നമുക്ക് പേരുകളെ മാറ്റാൻ പറ്റും. ഫോറസ്റ്റ് കാര്യം അങ്ങനെയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്ന പോലെ ഫോറസ്റ്റ് കുറയാണെന്ന് എല്ലാവർക്കും ഒരു സംശയം. അപ്പോൾ ഫോറസ്റ്റ് കുറയുന്നുണ്ടോ? ഫോറസ്റ്റ് കുറഞ്ഞ ആകെ പ്രശ്നമാണ്. കാരണം നമ്മൾ ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട് കുറേ എണ്ണം. അത് ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാടിൻ്റെ വിസ്തൃതി കുറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കാടിൻ്റെ വിസ്തൃതി കുറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കണക്ക് വന്നാൽ പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ കാടിനെ കുറിച്ചുള്ള നിർവചനം അങ്ങ് മാറ്റി. അപ്പോൾ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 1/2 ഏക്കറിൽ കൂടുതൽ ഇലച്ചാർത്തുള്ള സ്ഥലങ്ങളെല്ലാം കാടാണ്. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ തെങ്ങും തോപ്പും നമ്മുടെ കവുങ്ങും തോപ്പും നമ്മുടെ റബ്ബർ തോട്ടം ഒക്കെ കാടാണ്. പ്രശ്നം സോൾവ് ആയി. അപ്പോൾ പേര് നമുക്ക് പേര് മാറ്റിക്കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം. ഇപ്പം എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ നാളെ എൻ്റെ പേര് മാറ്റി രാജീവ് എന്നാക്കിയിട്ട് ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും അത് ഞാനല്ലാന്ന് പറയണം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ പേര് മാറ്റാന്നാണ്. ആദിവാസികളായി നിർത്തുന്നതാണ് ഈ തെറ്റ്. അതിപ്പം ആമസോൺ കാർഡിലെ ആദിവാസികളാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പാർട്ടിക്ക് കൊടുക്കുക. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവരെങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ സാറ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു വിമർശനം എനിക്കുണ്ടായത്. കാരണം ആദിവാസികളായിട്ട് നിൽക്കുന്നതിന് അവർ ആ രീതിയിൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം സംരക്ഷിക്കാൻ വേണ്ടതെന്നാണ് യാതൊരു നേരെ ഓപ്പോസിറ്റ് ഒരു സന്ദേശമാണ് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അനുഭവം പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ 10 കാലം സൈനിക സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പൊ അവിടെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. എന്റെ അനുഭവത്തിൽ ഒരു 10 പിള്ളേരെ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ആദ്യത്തെ ബാച്ചിൽ 5 പേര് ഓടിച്ചോളൂ. അവർക്ക് കട്ടത്തിലായിരുന്നു. അവരാ സ്കൂളിൽ വന്നപ്പം വർക്കിങ്ങിന് ഇൻട്രസ്റ്റോട് ചെയ്യുന്നത് ചിത്രരചനയായിരുന്നു. ആ ചിത്രരചനയിൽ മൊത്തം കാടായിരുന്നു. എപ്പോൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു കാട് കഴിക്കുള്ളൂ. അപ്പൊ ആ കുട്ടികൾ പഠിച്ചവരേക്ക് ഏറ്റവും കൂടെ സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അപ്പം പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ കേട്ടത് അതിൽ ഒളിച്ചോടാനുള്ള കുറച്ച് കുട്ടികൾ അവര് നല്ല മാർക്കുകൾ അടിച്ച് ഇപ്പൊ എൻഡി പ്രിപ്പയർ ചെയ്തെന്നുള്ള ഒരു ന്യൂസ് പത്രങ്ങളിൽ പുറപ്പെടുകയും. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ആ പോയ കുട്ടികളുടെ ഭാവി ഉണ്ടാകുമെന്ന് അറിയില്ല. ഇതിന് നല്ല ഭാവി കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതിന് സാധനം എന്താണ് അഭിപ്രായം? സാറിന്റെ പേരെന്ത്? സ്വാതി. സ്വാതി ചോദിച്ചതാണ് അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. അത് വളരെ കാതലായിട്ടുള്ള ചോദ്യം. എന്താണ് ഇവരെ കൂടി ചെയ്യുക? അവരെ നമ്മളെപ്പോലെ ആക്കണം വേണ്ട. നമുക്ക് കിട്ടുന്ന അറിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്കും അർഹതപ്പെട്ടതല്ലേ? അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് നമ്മളെപ്പോലെ ആക്കുകയാണ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതല്ല, അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ വിടണം. അവരുടെ സംസ്കാരമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്, അതനുസരിച്ച് അങ്ങനെ വിടണം. ഇങ്ങനെയുള്ള 2 അഭിപ്രായങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടും. ഇതിനൊരു റെസൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അതിലെത്തിയിട്ടുള്ള റെസൊല്യൂഷൻ എന്താ വെച്ചാൽ നമ്മളെപ്പോലെ നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ജീവിച്ച പോലെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരും മാറും, അവരും ഇവോൾവ് ചെയ്യും. പക്ഷേ അത് അവരുടെ വേഗതയിലായിരിക്കണം, അവർ നിശ്ചയിക്കുന്ന വേഗതയിലായിരിക്കണം. നമ്മൾ പോയിട്ട് തിരക്ക് കൂട്ടാൻ നിൽക്കരുത്. നമ്മൾ പോയിട്ട് അവരെ ഫാസ്റ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അവർക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ അത് അവരാണ് തീരുമാനിക്കുക. ആ സമൂഹം തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു സമൂഹം, ഇപ്പോൾ ഇന്ത്യ നമ്മൾ മലയാളികൾ തീരുമാനിക്കുകയാണ് നമുക്ക് മൊബൈൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കും. അല്ലാതെ വേറൊരാൾ വന്നിട്ട് നിങ്ങൾ നാളെ മുതൽ മൊബൈൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതൊരു പ്രശ്നമുണ്ട്. ഇതാണ് അതിനകത്ത് റെസൊല്യൂഷൻ. അവർ ഉറപ്പായിട്ട് മാറും. പക്ഷെ അത് അവരുടെ സ്പേസിലായിരിക്കണം. ആമസോൺ കാട്ടിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട്, ആൻഡമാനിൽ ജീവിക്കുന്ന ഇപ്പോഴും മനുഷ്യ സമ്പർക്കം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, അവരിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ ലെറ്റ് ദം ഡിസൈഡ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. രസമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും.